സ്മിതശ്രീമുഖി സംജ്ഞാദർശിനി സുമധുര സംകീർത്തനാലാപിനി മദസിദ്ധീശ്വരി സദാശിവസമാരംഭാം ശങ്കരാചാര്യം കേശവം പൗത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗം വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ. പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബൃഹദാരണ്യം തൃതീയാധ്യായം ചതുർത്ഥ ബ്രാഹ്മണം പ്രഥമ മന്ത്രം. അഥ ഹേനം മുഷസ്തചക്രായണ പപ്രച്ഛ യജ്ഞവൽക്യേതി ഹോവാച യത് സാക്ഷാദപരോക്ഷാദ് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യചക്ഷേതി ഈശത ആത്മാ സർവാന്തര കഥമോ യാജ്ഞവൽക്യ സർവാന്തരോ യ പ്രാണേന പ്രാണിതി സത ആത്മാ സർവാന്തരോ യു അപാനേന അപാനിതി സ തേ ആത്മാ സർവാന്തരോ യോ വ്യാനേന വ്യാനീതി സത ആത്മാ സർവാന്തരോ യ ഉദാനേന ഉദാനിതി സത ആത്മാ സർവാന്തര യശത ആത്മാ സർവാന്തര. യത് ബ്രഹ്മസാക്ഷാത് അവ്യവഹിതം കേനചിത് ദ്രഷ്ടുർ അപരോക്ഷാത് അഗൗണം. ഇവിടെ ചോദ്യത്തിൽ തന്നെ എന്താണ് ബ്രഹ്മം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ യത് യ യത് ബ്രഹ്മ യ ആത്മാ. അവിടെ തന്നെ പറയുന്നത് സർവാന്തര. യത് ബ്രഹ്മ സാക്ഷാത്. ഇപ്പൊ സാക്ഷാത് എന്നുള്ളതിന് വ്യാഖ്യാനിച്ചാണ് അവ്യവഹിതം. അവ്യവഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കേനചിതി കേനചിത് വൃത്തി വിശേഷേണ വ്യവധാനേന സഹിതം ദ്രഷ്ടു ന ഭവതി. അവ്യവഹിതം കേനചിത് ദ്രഷ്ടു മറയില്ലാത്തത്. അതാണ് സാക്ഷാത് ശബ്ദം പ്രയോഗിച്ചത്. അമ്പവിഹിതമായ ഇരിക്കുന്നതും അപരോക്ഷമായിരിക്കുന്നതും നമ്മൾ പറഞ്ഞത് കേനചിത് വൃത്തിവിശേഷമാണ്.
ദുഷ്ടുരവ്യഹിതമിത്യുക്തെ ഘടാധിപത് അവ്യവധാനം ഗൗണമിതി സംഗീതത്തെ നിരാകർത്തം അപരോക്ഷാത് മുഖ്യമേവ ദക്ഷുരവ്യവിധം സ്വരൂപം ബ്രഹ്മ. ഇവിടെ മറയില്ലാത്തത് ആണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. എന്താണ് മറ? ആർക്കാണ് മറയില്ലാത്തത്? ദ്രഷ്ടാവിന്. ദ്രഷ്ടാവിന് ഒരു മറയും ഇല്ലാതെ അപരോക്ഷമായിരിക്കുന്നു. ദ്രഷ്ടാവെന്നോ ശ്രോതാവെന്നോ മന്ദാവെന്നോ വിജ്ഞാതാവെന്നോ എല്ലാം പറയുന്ന അത് താൻ തന്നെയാണ്. ആരാണോ ഈ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ, അവനൊരു മറയില്ലാതെ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അപരോക്ഷം എന്ന് പറഞ്ഞു. അപരോക്ഷം എന്നുവെച്ചാൽ പ്രത്യക്ഷമായിരിക്കും. അപരോക്ഷവും പ്രത്യക്ഷവും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണ പര്യായ ശബ്ദമായിട്ട് ഉപയോഗിക്കും. ആത്മപ്രത്യക്ഷം, ആത്മാപരോക്ഷം എന്നെല്ലാം പറയാറുണ്ട്. എന്നാലും അപരോക്ഷ ശബ്ദം ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, ഒരു വിശേഷതയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, അവ്യവഹിതമായ മറയില്ലാതെ പ്രകാശിക്കുന്നു. കാരണം ഇപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ എന്റെ അനുഭവം, ഞാൻ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഇതിനെ ഗ്രഹിക്കുമ്പോൾ ഈ അനുഭവത്തെ എനിക്ക് പ്രത്യക്ഷമെന്നോ അപരോക്ഷമെന്നോ പറയാം. സാങ്കേതികമായത് ശരിയാണ്. പക്ഷേ ആത്മാവിനെ സംബന്ധിച്ച്, സ്വസ്വരൂപം സംബന്ധിച്ച് അപരോക്ഷം എന്ന് പറയുമ്പോൾ അതിന് ഒരു വിശേഷതയുണ്ട്. അതാണ് ഇവിടെ അവ്യവഹിതം എന്ന് പറഞ്ഞത്. ഇത് അവ്യവഹിതമല്ല. പുസ്തകത്തിന്റെ അനുഭവത്തെ എനിക്ക് അപരോക്ഷം എന്ന് വിളിക്കാമെങ്കിലും ഇത് വ്യവഹിതമാണ്. എന്താണ് ഇവിടുത്തെ വ്യവധാനം എന്ന് പറയുന്നത്? പുസ്തകത്തെ സംബന്ധിച്ചുള്ള എൻ്റെ അപരോക്ഷം അല്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇതൊരറിവാണ്. ഈ പുസ്തകത്തെ ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഞാൻ ഗ്രഹിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഈ അറിവ്, അങ്ങനെ ഇത് പുസ്തകമാണ് എന്നുള്ള ഈ അറിവിനെയാണ് അപരോക്ഷം അല്ലെങ്കിൽ പ്രത്യക്ഷമെന്ന് സാധാരണ പറയുന്നു. പക്ഷെ ഇവിടെ ഈ അറിവിനെ പറയുന്നത് എന്താണ്? ഇത് സോപാധികമായ അറിവാണ്. അതുകൊണ്ട് അദ്വൈതത്തിന്റെ ശരിയായ അർത്ഥത്തിൽ ഈ അറിവ് അപരോക്ഷമുണ്ട്. ഇതിനെ പ്രത്യക്ഷമെന്നേ വിളിക്കാൻ പറ്റും. അക്ഷി എന്ന് പറയുന്ന ഉപാധി ഇതിനാവശ്യമാണ്. വെറും അക്ഷി പോരാ. ചിത്തം എന്ന് പറയുന്ന ഉപാധി ആവശ്യമാണ്. അതും പോരാ. വിഷയം, പുസ്തകം എന്ന് പറയുന്ന ഉപാധി ആവശ്യമാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് അറിവും ആവശ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ അറിവ്, ഇത് പുസ്തകമാണെന്ന് പറയുന്ന അറിവ്, അത് പറയും സോപാധികമായ അറിവ്. ഇവിടെ പല ഉപാധികളുണ്ട്. വിഷയം ഒരു ഉപാധിയാണ്, കാലദേശങ്ങൾ ഉപാധിയാണ്, കർണം ഒരു ഉപാധിയാണ്, ചിത്തം ഒരു ഉപാധിയാണ്, പല ഉപാധികളുണ്ട്. ഉപാധികളെല്ലാം കൂടിച്ചേർന്നുണ്ടായ ഒരു അറിവാണ്. അതുകൊണ്ട് ഇത് സ്വാഭാവികമായ അറിവാണ്. അപ്പോൾ ഇവിടെയും അറിവുണ്ട്. അറിവിന്റെ സ്വഭാവം എന്താണോ അത് എപ്പോഴും അപരോക്ഷമായി ഇരിക്കും. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അറിവ് അവ്യവധാനമായിട്ടേ ഇരിക്കും. അറിവിൽ ഒരു തരത്തിലുള്ള മറയും വരാൻ സാധ്യമല്ല. അത് അറിവിന്റെ സ്വരൂപമാണ്. എന്നാലും നമ്മൾക്ക് ഈ വിഷയത്തെ അറിയുമ്പോൾ ഇതിനെ നമുക്ക് അപരോക്ഷമായ അറിവെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ ഒരുപാട് ഉപാധികളിലൂടെയാണ് ഇത് പുസ്തകമാണ് എന്ന് പറയുന്ന അറിവ് നിലനിൽക്കുന്നത്. ഈ ഉപാധികളെല്ലാം ഇവിടെ വ്യവധാനമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്നു, ഇത് അപരോക്ഷമല്ല, മറിച്ചത് പ്രത്യക്ഷമാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് ഇനി ഭാഷ്യത്തിൽ പറയും. ഇന്ദ്രിയം വിഷയവുമായിട്ട് ബന്ധമുണ്ടാകുന്നു. ചൈതന്യവത്തായ ചിത്തം പരിണമിക്കുന്നു. അതിന് ചിത്തവൃത്തിയെന്നോ ചിത്തപരിണാമോ എന്നോ പറയാം. അപ്പോൾ ചൈതന്യവത്തായ ചിത്തം പരിണമിക്കുന്നു. അപ്പോൾ ആ ചിത്തപരിണാമത്തെയാണോ അല്ലെങ്കിൽ ചിത്തവൃത്തിയാണ് നമ്മളിവിടെ അറിവെന്ന് വിളിക്കുന്നത്. ഈ അറിവ് പ്രത്യക്ഷമാണ്.
ചിത്തവൃത്തി രൂപത്തിലുള്ള അറിവ്. പക്ഷെ ഇവിടെ പറയുന്ന അവ്യഭിതമായ അറിവെന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങനെ ഇത് ഉപാധിയോടുകൂടി ഇരിക്കുന്ന അറിവിലും ഉപാധിരഹിതമായ ഒന്നുണ്ട്. ഈ അറിവിൽ നിന്ന് ഓരോന്നിനും മാറ്റുക. ഇത് പുസ്തകമാണെന്ന അറിവിൽ നിന്ന് പുസ്തകത്തെ മാറ്റുക. ചിത്തപരിണാമം, ആ ചിത്തപരിണാമം നമുക്ക് അനുഭവ വിഷയമാണ്. എങ്ങനെ? ഇത് പുസ്തകമാണ്, ഇതാണ് ചിത്തപരിണാമം. ഇത് മേശയാണ്, ഇത് വാച്ചാണ്, ഇത് മൈക്കാണ്, ഇത് ചിത്തപരിണാമമാണ്. എന്നുവെച്ചാൽ ഇത് അറിവിന് വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് പുസ്തകമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അറിവിലുള്ള ആ വിഷയഭാഗങ്ങളെല്ലാം മാറ്റുക, പുസ്തകത്തെ മാറ്റുക, കാണാനുപയോഗിച്ച കണ്ണിനെ മാറ്റുക. ഇനി അവിടെ വിഷയമായിരിക്കുന്ന ഇത് പുസ്തകമാണ് എന്നുള്ള വൃത്തി അല്ലെങ്കിൽ ആകാരം അല്ലെങ്കിൽ വടിവ്, അറിവിലുണ്ടായ ഒരു വിശേഷത, അറിവിലുണ്ടായ വികല്പം എന്ന് വേണമെങ്കിൽ പറയാം, അറിവിലുണ്ടായ വിക്ഷേപം എന്ന് വേണമെങ്കിൽ പറയാം, അതിനെയും മാറ്റുക. അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നതാണ് അറിവ്, സംയുത്. ഇവിടെ പ്രത്യക്ഷമായ നമ്മുടെ ഈ അറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു. വിഷയമായിരിക്കുന്ന ഈ അറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ സ്വാഭാവികമായ അറിവ് മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, മാറുന്നില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായതുകൊണ്ട് തന്നെ. എന്താണ് മാറാം കാരണം? അത് ചിത്തപരിണാമമാണ്. ചിത്തപരിണാമത്തിൽ അറിവിന്റെ പ്രകാശമുണ്ടെന്നേ ഉള്ളൂ. എങ്ങനെയാണ് പല ജലാശയങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ പ്രതിബിംബമുള്ളത്, അതുപോലെ ഈ ഓരോ ചിത്തപരിണാമങ്ങളിലും അറിവിന്റെ പ്രകാശമുണ്ട്. അതുകൊണ്ട് ഓരോന്നും വേറെ വേറെയാണ്. ഇത് പുസ്തകമാണെന്നുള്ള അറിവ് വേറെയാണ്, മേശയെന്നുള്ള അറിവ് വേറെയാണ്. അറിവിടെ പലതാണ്. പക്ഷേ അതിലുള്ള ഉപാധികളെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് ശേഷിക്കുന്നത് സംയുത്, ഏകരൂപത്തിലുള്ള അറിവ്. ഉപാധികളെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അതെന്താണോ? അത് അവ്യവഹിതമായ, വ്യവധാനമില്ലാത്തതായ അറിവാണ്. അതിന് അറിവെന്നുള്ള ഒറ്റ പേരിലേ നമുക്ക് വിളിക്കാൻ കഴിയും. ചിത്ത്, അറിവ്, സംയുത്, ചൈതന്യം, ബോധം, ഈ പേരുകളിലെല്ലാം നമ്മൾ അതിനെ വിളിക്കുന്നു. അതാണ് അറിവിന്റെ അപരോക്ഷത, വ്യവധാനമില്ലാതിരിക്കുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവിനെ സംബന്ധിച്ച്. ഇത് ഇനി തന്നിലേക്ക് വന്നു കഴിഞ്ഞാലോ തന്നെ സംബന്ധിച്ചുള്ള അറിവ്. തന്നെ സംബന്ധിച്ചുള്ള അറിവെന്ന് പറയുന്നത് ഞാൻ എന്നുള്ള അറിവ്. ഇവിടെ എന്താണ് ഞാൻ? ഇത് വിഷയമാണ്. എന്നെ ഞാൻ അറിയുന്നുണ്ട്. ഞാനെന്ന് പറയുന്നത് അറിവിന് വിഷയമായിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ ഞാനെന്നുള്ള അറിവും ചിത്തപരിണാമമാണ്, മനസ്സിന്റെ ഒരു പരിണാമമാണ്. അതുകൊണ്ടാണത് ഞാനെന്ന് പറയുന്ന ഒരു ആകാരം അല്ലെങ്കിൽ ഒരു വടിവ്, ഒരു വിക്ഷേപം, ഒരു വൃത്തിവിശേഷം അറിവിലുണ്ടായത്. അങ്ങനെ വരുമ്പോൾ അറിവ് വിഷയമാകും. എന്തുകൊണ്ട്? അവിടെ അറിവിന് വ്യവധാനം വന്നു, ചിത്തത്തിന്റെ വ്യവധാനം വന്നു, അല്ലെങ്കിൽ ചിത്തവൃത്തിയുടെ വ്യവധാനം വന്നു, ചിത്തത്തിന്റെ ഒരു ആകാരം വന്നു. ഇങ്ങനെ പല രീതിയിൽ പറയാം. അവിടെ വാസ്തവത്തിൽ അറിവ് അപരോക്ഷമാണെങ്കിലും ഇവിടെ അറിവിന് ഒരാകാരം, ഒരു രൂപം വന്നു. അതാണ് ഞാനെന്ന് പറയുന്നത്. അവിടെ നിന്ന് ആ ഞാനെന്ന് പറയുന്ന ആകാരത്തെ എങ്ങനെയാണോ പുസ്തകം, പേന, ബുക്ക് എന്നെല്ലാം പറയുന്നിടത്ത് നിന്ന് ആകാരങ്ങളെ വിട്ടു കഴിഞ്ഞാൽ അറിവ് ശേഷിക്കുന്നത്, അതുപോലെ ഇവിടുത്തെ ഉപാധി അഹമാകാരം,
എന്ന് പറയുന്ന ഈ ഉപാധി, ചിത്തപരിണാമം, ഇതിനെ വിട്ടുകഴിഞ്ഞാൽ, അതിനെ വിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ, ഈ അറിവുകൊണ്ട് തന്നെ വിവേചിച്ച് മനസ്സിലാക്കിയ ഇത് ചിത്തത്തിന്റെ പരിണാമമാണ്, ഇത് ആ ചിത്തപരിണാമത്തിലുള്ള പ്രകാശമാണ്, അറിവാണ് എന്ന് ബുദ്ധി കൊണ്ട് ഇത് വിവേചിച്ചാൽ ആ ചിത്തപരിണാമം പോയിട്ട് ശേഷിക്കുന്ന അറിവ് അത് വ്യവധാനമില്ലാത്തതാണ്. അതിനാണ് അപരോക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രഹ്മത്തെ സംബന്ധിച്ച് അപരോക്ഷം എന്ന് പറയുന്നതിന് കാരണം അത് അറിവായതുകൊണ്ടാണ്. ആത്മാവ് അപരോക്ഷം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ആത്മാവ് അറിവാണ് എന്നാണ്. സച്ചിദാനന്ദം എന്ന് പറയുന്നിടത്തും അതിന്റെ താല്പര്യം ഇത് തന്നെ. ഈ ആത്മാവെന്ന് പറയുന്ന അറിവ് തന്നെയാണ്, അറിവല്ലാതെ രണ്ടാമതൊരു വസ്തുവില്ല. പക്ഷെ എങ്ങനെയുള്ള അറിവ്? വ്യവധാനമില്ലാത്ത അറിവ്. കാരണം ആത്മാവ് അറിവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം അറിവ് നിരന്തരം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, അറിവുണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറിവാണ് ആത്മാവ്. ഈ അറിവെന്ന് പറയുന്നത് വളരെ തുച്ഛമല്ലേ, ഉണ്ടായി നശിക്കുന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അവിടെ പറയണം, ആ അറിവെന്ന് പറയുന്നത് എന്താണ്? വ്യവധാനത്തോടു കൂടിയതാണ്, ഉപാധികളോട് കൂടിയതാണ്. അതിലെ ഉപാധികളാണ് ഉണ്ടായി നശിക്കുന്നത്. അറിവവിടെ ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. അത് വ്യവധാനരഹിതമായി ഏകരൂപത്തിലിരിക്കുന്നു. ആ അറിവിനാണ് പറയുന്നത് ഏകരസത്തിലിരിക്കുന്നു. എവിടെയായാലും അത് അറിവ് എന്നുള്ള ഏകരസത്തിലിരിക്കുന്നു. അതുകൊണ്ട് അറിവാണ് ആത്മാവ്. സച്ചിദാനന്ദ ആത്മാവെന്ന് പറയുന്നിടത്തോ അത് തന്നെ, ഈ ഏകരസത്തിലുള്ള ഈ അറിവ് തന്നെ. അതിന്റെ ഏക സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നതാണ് സത്ത്. നമ്മൾ ഗീതാഭാഷ്യത്തിൽ മറ്റും ചർച്ച ചെയ്തില്ല. സത്ത്, സദനുഭവത്തിന് മാറ്റമില്ല. അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു സർവത്ര. അപ്പം അത് സത്ത് എന്നുള്ള രൂപത്തിൽ, സത്തെന്ന് പറയുന്നത് എന്താ? ഒരനുഭവമാണ്, ഒരറിവാണ്. അറിവെല്ലാം മറ്റെന്തെങ്കിലുമാണ് സത്തെന്ന് പറയുന്നത്. അതറിവാണ്, അത് ഏകരൂപത്തിലിരിക്കുന്നു. ഈ അറിവിങ്ങനെ നാനാരൂപത്തിലിരിക്കുകയും നാനാ വിക്ഷിപ്തമായ രൂപത്തിൽ നാനാ അറിവായിരിക്കുകയും അതേസമയം ഈ വിക്ഷേപങ്ങളെല്ലാം അറിവെന്നുള്ള ഏകരൂപത്തിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാറ്റങ്ങൾ, അതായത് അതേ ഈ അറിവ് തന്നെയാണ് സുഖം എന്നറിയുന്നത്. അതുപോലെ ഈ അറിവ് തന്നെയാണ് ദുഃഖം. ദുഃഖം എന്ന് പറയുന്ന അറിവിന്റെ മറ്റൊരു വൃത്തി, സുഖം എന്ന് പറയുന്ന മറ്റൊരു വൃത്തി, ഭയം മറ്റൊരു വൃത്തി. സർവ്വതും ഈ അറിവിന്റെ തന്നെ വൃത്തിവിശേഷങ്ങളാണ്. അറിവിന് എങ്ങനെയാണ് സുഖമായിരിക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ അറിവിന് ദുഃഖമായിട്ട് ഇരിക്കാൻ കഴിയും. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. രണ്ടിനെയും ചേർത്ത് പറയുന്നതാണ് ദ്വന്ദ്വം. അതിൽ പറയുന്ന സുഖദുഃഖ സമീകൃത്വ. സുഖം എത്ര വലുതായാലും ശരി, സുഖം അതിന്റെ പരമകാഷ്ഠയിലെത്തിയാലും ശരി, അത് ദ്വന്ദ്വം തന്നെ. എന്തുകൊണ്ട്? അതുപോലെ ദുഃഖം അതിന്റെ പരമകാഷ്ഠയിലെത്തും. അവിടെ ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കും. സുഖം, നമ്മൾ പറയുന്ന ഏറ്റവും വലിയ സുഖം, അതും ഏറ്റവും വലിയ ദുഃഖവും, രണ്ടും ഇതിന്റെ തന്നെ ആകാരവിശേഷമാണ്. അറിവിന് ചിത്തപരിണാമം കൊണ്ടുവരുന്ന ആകാരവിശേഷങ്ങളാണ്. അത് വ്യവധാനത്തിലൂടെ ഉള്ള അറിവിന്റെ പ്രകാശമാണ്. ചിത്തമാകുന്ന മറയിലൂടെയുള്ള അറിവിന്റെ പ്രകാശമാണ്. അവിടെ ഈ ദ്വന്ദ്വത്തെ വിട്ടിട്ട് അറിവ് ഏകരസത്തിലിരിക്കുമ്പോൾ, ഏക സ്വഭാവത്തിലിരിക്കുമ്പോൾ അതിന് പറയുന്നത് ശാന്തമാണ്, ആനന്ദമാണ്. അതിന് സുഖമായിട്ട് ബന്ധമില്ല. സുഖം എന്ന് പറയുമ്പോൾ അത് വൃത്തിവിശേഷമായി. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ പറയുന്നത് സുഖദുഃഖാദികളെല്ലാം അന്ധഃകരണ ധർമ്മങ്ങളാണ്, അതിന് ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
അന്ധക്കരണ ധർമ്മം എന്ന് വെച്ചാൽ ചിത്തപരിണാമമാണ്, ചിത്തത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് എന്ന് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തമാണ്. പക്ഷെ ആനന്ദം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അവ്യവഹിതമായ അറിവ്, ഏകരസത്തിലുള്ള അറിവ്. അതിനെന്തുകൊണ്ട് ആനന്ദം എന്ന് പറയുന്നു? അത് പാൽപ്പായസം കുടിക്കുന്നത് പോലെ കുടിക്കാമെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സമാധി പോയിരുന്നു ആസ്വദിക്കാമെന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അത് അവ്യവഹിതമായതുകൊണ്ട്, ഇത്തരം ചിത്തപരിണാമങ്ങൾ വിധേയമല്ലാത്തതുകൊണ്ട്, ഈ ചിത്തപരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സുഖദുഃഖാദി ചിത്തപരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏകസ്വഭാവത്തിൽ, അതിന്റെ ഏകസ്വഭാവം എന്താണ്? അറിവ്. അറിവിനെയാണ് പറയുന്നത് അപരോക്ഷം. അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ആ അറിവിന്റെ സ്വരൂപമാണ് അസ്തിത്വം. അറിവിന് മറ്റൊരു അസ്തിത്വത്തിന്റെ ആവശ്യമില്ല. വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. മുമ്പിലിരിക്കുന്ന വിഷയം അസ്തിത്വത്തെ ആശ്രയിച്ച് അതിനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് അതിനൊരു അറിവിന്റെ അസ്തിത്വത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. അറിവാകുന്ന അസ്തിത്വം, അറിവിന്റെ അസ്തിത്വം എന്ന് പറയുമ്പോൾ അറിവിൽ അസ്തിത്വം എന്ന് പറയുന്ന രണ്ടാമതൊന്നുമില്ല. അറിവിന്റെ തന്നെ ആ പ്രകടഭാവമാണ് അസ്തിത്വം. അറിവ് പ്രകാശിക്കുന്നതാണ് അസ്തിത്വ രൂപത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അഹമസ്മി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്? അത് അറിവിന്റെ അപരോക്ഷതയാണ്. അതിനാണ് അപരോക്ഷത എന്ന് പറയുന്നത്. അതിന്റെ സ്വയം പ്രകാശം എന്ന് പറയുന്നതാണ്. അപ്പോൾ എവിടെ അപരോക്ഷം എന്ന് പറയുന്നു അവിടെ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം, അറിവ് എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് എന്ന് പറഞ്ഞ പ്രത്യക്ഷവും അപരോക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ആ തരത്തിൽ നമുക്ക് പുസ്തകത്തിന് അപരോക്ഷം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ ഒരുപാട് മായം, കൂടിക്കലർപ്പുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വിഷയം വന്നു, ഇന്ദ്രിയം വന്നു, ചിത്തപരിണാമം വന്നു. ഇത് കേവലമായ അറിവല്ല, കേവലമായ സംവിത്ത് ഇതല്ല. അതുകൊണ്ട് ഇതിന് സ്വയം പ്രകാശമില്ല. ഇതിന് സ്വയം പ്രകാശമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വിഷയത്തിന്റെ ആവശ്യം വരുന്നത്. ഉപാധികളുടെ സഹായത്തോടു കൂടിയേ അറിവ് നിലനിൽക്കത്തുള്ളൂ എന്ന് പറയുന്നവരാണ് ഭൗതികവാദികൾ. അറിവിന് സ്വന്തമായി നിലനിൽക്കാൻ പറ്റത്തില്ല. എനിക്കറിയണമെങ്കിൽ മുമ്പിലൊരു വിഷയം വേണം, എന്റെ മനസ്സ് വേണം, എന്റെ ഇന്ദ്രിയങ്ങൾ വേണം. അതുകൊണ്ട് ഉപാധികളെ ആശ്രയിച്ചാണ് അറിവ് നിൽക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ അദ്വൈതം പറയുന്നത് അങ്ങനെയല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ അവരങ്ങനെ പറയുന്നതിന് കാരണം എന്താണ്? ഉപാധികളെ ആശ്രയിച്ച് അറിവുണ്ടാകുന്നു, അറിവില്ലാതാകുന്നു. മറ്റൊരു ഉപാധി വരുമ്പോൾ ഈ അറിവ് പോയി. മേശയെന്ന് പറയുന്ന ഉപാധി വരുമ്പോൾ പുസ്തകം എന്ന് പറയുന്ന അറിവ് പോയി. അപ്പോൾ ഈ ഉപാധികളെ ആശ്രയിച്ച് ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന അറിവ് എങ്ങനെ നിത്യമായ ഒന്നാകും? അതിനെങ്ങനെ ദ്രഷ്ടാവിന്റെ സ്വരൂപം, അതാണ് ഇവിടെ പറയുന്നത്. ദ്രഷ്ടുർ അവ്യവഹിതം സ്വരൂപം ബ്രഹ്മ എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റും. അതിന് അദ്വൈതി പറയുന്നത് ഇവിടെ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന എന്താണ്? ഈ ഉപാധികളാണ്, അറിവല്ല. എന്തുകൊണ്ട്? ഈ മാറി 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 വരുന്ന ഈ അറിവിലെല്ലാം ഉപാധികൾക്കേ മാറ്റം സംഭവിക്കുന്നുണ്ട്. അറിവിന്റെ ഏകതാനത്വം, അറിവിന്റെ ഏകരൂപത, അതിന് മാറ്റമേ സംഭവിക്കുന്നില്ല എന്ന് പറയും. അതുമാത്രമല്ല, ആ അറിവ് അപരോക്ഷമായി സ്വയം പ്രകാശിക്കുന്നു ഈ ഉപാധികളൊന്നും ഇല്ലാത്തപ്പോൾ. ഒരു ഉപാധികളുടെ സഹായമില്ലാതെ തന്നെ ഈ പറയുന്ന ബാഹ്യമായോ ആന്തരികമായോ ഉള്ള ഒരു ഉപാധികളുടെയും സഹായമില്ലാതെ ഈ ഉപാധികളെല്ലാം വിട്ടിട്ട് അറിവ് അപരോക്ഷമായി ഏകരൂപത്തിൽ കേവലമായി അത് പ്രകാശിക്കുന്ന സുഷുപ്തിയിൽ. അതിനാർക്കും നിഷേധിക്കാൻ വയ്യ. അവിടെയും മാറുന്ന അറിവില്ല. എന്തിന് അഹം സ്ഫുരണം പോലും അവിടെയില്ല. അഹം എന്നുള്ള സ്ഫുരണം വന്നാൽ ഉടൻ ജാഗ്രതത്തിലേക്ക് വരും. അതിന് നമ്മൾ ജാഗ്രത എന്ന് വിളിക്കും. അവിടെ അന്ധക്കരണത്തിന്റെ അഹമാകാര പരിണാമം, അഹം രൂപത്തിലുള്ള പരിണാമം പോലുമില്ല. അതാണ് ഏറ്റവും സൂക്ഷ്മം.
അതിനാണ് നമ്മൾ സാധാരണഗതിയിൽ സ്ഥൂലമായി ആത്മാവെന്ന് പറയുന്നത്. ഈ അഹം ആകാര പരിണാമം, അറിവിലുണ്ടായ അഹമെന്ന വിക്ഷേപത്തെയാണ് നമ്മൾ പറയുന്നത് ആത്മാവ്. ആത്മാവെന്ന് പറഞ്ഞാൽ താനെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പൊ അതിൻ്റെയും സ്വരൂപം, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്വരൂപം. വിഷയത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുമ്പോൾ ഇതിന്റെ സ്വരൂപം എന്താണ്? സ്വരൂപം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്. അല്ലെങ്കിൽ അതിനെ പറയാം പരമാർത്ഥ സ്വരൂപം എന്താണ്? ഈ അറിവിൽ വരുന്ന ഈ പരിണാമവിശേഷങ്ങളാണോ? ഇത് പുസ്തകമാകുന്നു, ഇത് പേനയാകുന്നു എന്ന് പറയുന്ന പരിണാമവിശേഷങ്ങളല്ല. അവിടെ സ്വരൂപം എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരുപോലെ ഇരിക്കുന്നതായിരിക്കും. എല്ലാ അറിവുകളിലും ഒരുപോലെ ഇരിക്കുന്ന, ആ ഉപാധിയെ വിട്ടാൽ ശേഷിക്കുന്ന അറിവ്, അതാണ് അഹം എന്നുള്ള അനുഭവത്തിന്റെ ഈ സ്വരൂപം. അവിടെ അഹം എന്ന് പറയുന്ന വൃത്തിവിശേഷത്തെ, ചിത്തപരിണാമത്തെ വിടുക. എന്തുകൊണ്ടതിന് ചിത്തപരിണാമം എന്ന് പറയുന്നത് വിഷയമായിരിക്കുന്നു, അനുഭവ വിഷയമായിരിക്കുന്നു. നീ അറിയുന്നുണ്ടോ? അതെ, ഞാൻ എന്നെ അറിയുന്നുണ്ട്. ഈ തരത്തിൽ അത് അനുഭവ വിഷയമായിരിക്കുന്നു. എന്നാൽ അത് ഏതിന് വിഷയമായിരിക്കുന്നു? അവിടെ ആ അഹം എന്ന് പറയുന്ന വൃത്തിയെ വിട്ടുകഴിഞ്ഞാൽ ശേഷിക്കുന്ന അറിവ് അവിടെ വിഷയമായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ അറിവിൽ അത് പ്രതീതമായിരിക്കുന്നു, ആ അറിവിലത് പ്രകാശിക്കുന്നു. അപ്പോൾ തന്നിലേക്ക് നോക്കിയാലും അവിടെ ഈ ചിത്തപരിണാമമാകുന്ന അഹം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ വേണമെങ്കിൽ ക്ഷണികമെന്ന് വേണമെങ്കിലും പറയാം, ദോഷമില്ല. കാരണം അത് പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുകയാണ് അഹമഹം എന്ന്. നമുക്കതിനെ ആവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഞാനെന്നതിനെ ആവർത്തിക്കുന്നുണ്ടല്ലോ. അത് പ്രതിക്ഷണം അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനും അതിനെ നമുക്ക് ആവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ട് ദോഷമില്ല. എന്നാൽ അവിടെ അതിൽ അനുസ്യൂതമായിരിക്കുന്ന അറിവ് അത് മാറുന്നില്ല, അത് ഏകരൂപത്തിലിരിക്കുന്നു. അതിനെ ആണ് പറയുന്നത് എന്താണ്? അവ്യവധാനമായ അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറയുന്നത്. അപരോക്ഷ ശബ്ദം അതിന് ഉപയോഗിക്കുന്നത് അതിനെ അറിവെന്ന് കാണിക്കാനാണെങ്കിൽ, അറിവെന്ന് കാണിക്കാനാണ്, അല്ലെങ്കിൽ അത് സച്ചിദാനന്ദം എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മുമ്പ് പറഞ്ഞതുപോലെ അത് അഹമസ്മി, അറിവ് സത്യയോടുകൂടിയേ ഇരിക്കും. അറിവിനെ നമുക്ക് ശൂന്യമെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് അതിന്റെ ഉണ്മയെ, അതിന്റെ അസ്തിത്വത്തെ സ്വയം പ്രകാശിപ്പിക്കുകയാണ്, മാറ്റമില്ലാത്ത രീതി. നമുക്ക് അഗ്നിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 3 ധർമ്മങ്ങളാണുള്ളത്. ഒന്ന് അതിന്റെ ഉഷ്ണം എന്ന് പറയാം. അതിന് നമുക്ക് നിഷേധിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞല്ലോ, ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്ക് മിന്നാമിനുങ്ങിന്റെ പ്രകാശം, അതിന് അഗ്നി എന്ന് വിളിക്കാൻ വയ്യുന്നുണ്ട്. അതിന് ഉഷ്ണമില്ല. ഒരുപക്ഷെ അത് അഗ്നിയുടെ ഏതെങ്കിലും ഒരു സൂക്ഷ്മഭാവമായിരിക്കും. സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉഷ്ണമില്ല. അഗ്നിയുടെ ഉഷ്ണം പോലെ അത് എന്താണ്? അഗ്നിയിലെ ഏറ്റവും തീക്ഷ്ണമായ ഭാവമാണ് ആ ഉഷ്ണം. പൊള്ളിക്കുന്ന സാധനം. അതുപോലെ അറിവിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാവമാണ് ഈ അസ്തിത്വം എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? അതിന്റെ പ്രകാശം. അഗ്നിയുടെ സ്വഭാവമാണ് അതിന്റെ പ്രകാശം. ആ പ്രകാശത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അഗ്നിയെ അംഗീകരിക്കുക, പ്രകാശത്തെ നിഷേധിക്കുക, അത് സാധ്യമല്ല. അതുപോലെ ആണ് ഇവിടെ പറയുന്ന അപരോക്ഷമായിരിക്കുന്ന ഈ അറിവ് എന്ന ഭാവം. ഒരേ ഒന്നിൽ തന്നെ അത് അസ്തിത്വം എന്ന ഭാവം, അതേ അത് തന്നെ അറിവ്. അതിനാണ് നമ്മൾ പ്രകാശം എന്ന് പറയുന്നത്. ആ അറിവിലാണ് സർവ അഹം എന്നുള്ള ചിത്തപരിണാമത്തിൽ തുടങ്ങി സർവ പ്രപഞ്ച വിഷയങ്ങളും നിലനിൽക്കുന്നത്, പ്രതീതമാകുന്നത്.
അത് അറിവിലാണ്. അത് അസ്തിത്വേന പ്രതീതമാകുന്നു. അതുകൊണ്ടാണ് അറിവിൽ നിന്ന് അസ്തിത്വത്തെ വേർതിരിക്കാൻ വയ്യാന്ന് പറയുന്നത്. അഗ്നിയുടെ മറ്റൊരു വിശേഷതയാണത് അതിന്റെ ശോഭ എന്ന് പറയുന്നത്. അഗ്നിക്കൊരു ശോഭയുണ്ട്, പലതരത്തിലുള്ള വർണ്ണങ്ങളുള്ളതാണ് അഗ്നി എന്ന് പറയുന്നത്. അഗ്നി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേവലം ഒരു പ്രകാശമല്ല, മറിച്ച് അതിന് അതിൻ്റെതായ ഒരു ശോഭയുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷതയാണ്. അതിന് അഗ്നിയിൽ നിന്നും മാറ്റാൻ വയ്യ, അതിൻ്റെ ഉഷ്ണത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല, അതിൻ്റെ പ്രകാശത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അതതിൻ്റെ സ്വരൂപം തന്നെയാണ്. ആ രീതിയിലും അത് അനുഭവപ്പെടുന്നു. അതാണ് ഇവിടെ പറയുന്ന ആനന്ദം എന്ന് പറയുന്നു, സച്ചിദാനന്ദം എന്ന് പറയുന്നു. അതുപോലെ ഈ അറിവ് സ്വയം തന്നെ അസ്തിത്വ രൂപത്തിൽ, പിന്നെ പ്രകാശരൂപത്തിൽ, ആനന്ദരൂപത്തിൽ ഒരേ അറിവ് തന്നെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇതിനെ പറയുന്നു സച്ചിദാനന്ദം. സച്ചിദാനന്ദമെന്നും അങ്ങനെ ഒരു വിളിപ്പേര് അതിന് വരാൻ കാരണം അതുകൊണ്ടാണ്. പക്ഷെ അത് ഒന്നിന്റെ തന്നെ പ്രകാശമാണ്, ഒന്നിന്റെ തന്നെ അസ്തിത്വമാണ്, ഒന്നിന്റെ തന്നെ നിരപേക്ഷമായ സ്ഥിതിയാണ്, ഏക സ്വഭാവമാണ്. അത് അറിവിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. എന്താണ്? വ്യവധാനരഹിതമായി, അവ്യവധാനമായി, സ്വസ്വരൂപമായി നിലനിൽക്കുക, പ്രകാശിക്കുക എന്ന് പറയുന്നു. ഈ ദ്വന്ദ്വാത്മകമായ സാപേക്ഷികമായ ഈ അനുഭവങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കേ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ അറിവെന്ന് പറയുന്നത് നിരപേക്ഷമായി ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിന് അപരോക്ഷം എന്ന് പറയുന്നു. അപ്പം അവിടെ അതിന് സത്തെന്ന് പറയുന്നുണ്ടോ ആനന്ദമെന്ന് പറയുന്നുണ്ടോ, അതൊന്നും അറിവെന്ന് പറയുന്ന അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നതാണ്. അറിവെന്ന് പറയുന്ന ഒരേ ഒരു സ്വഭാവം തന്നെയാണ്, അതിനെ തന്നെയാണ് നമ്മൾ. ഇവിടെ രണ്ടാമത് സത്തെന്ന് പറയുന്ന ഒന്നുണ്ടായിട്ടോ ആനന്ദം എന്ന് പറയുന്ന ഒന്നുണ്ടായിട്ടോ അല്ല. അറിവെന്ന് പറയുന്ന ആ ഏകസ്വരൂപത്തെ തന്നെ ആണ് നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അത് അറിവായതുകൊണ്ട് അതിനെ അപരോക്ഷം എന്ന് പറയുന്നു. അത് ശ്രോതാവിന്റെ സ്വരൂപമാണ്. അതാണ് ഇവിടെ പറഞ്ഞ എന്താണ്? ദ്രഷ്ടുഹും അമ്പ്യവഹിതം. ദ്രഷ്ടാവിന് നിന്നും യാതൊരു വ്യവധാനമില്ലാത്ത, എന്നുവെച്ചാൽ യാതൊരു തരത്തിലുള്ള ഉപാധികളുമില്ലാത്ത അത് പ്രകാശിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ അറിവ് അങ്ങനെ അവ്യവഹിതമായി പ്രകാശിപ്പിക്കുന്നു എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നു. അപ്പോൾ വ്യവധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിഷേധിക്കുന്നത്? നിഷേധിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കാൻ ചിലർ. കാരണം അവ്യവഹിതമെന്ന് എന്തിനു പറയേണ്ടി വരുന്നു അറിവിനെ? ഒരു മറ ഉണ്ടെങ്കിൽ അതിനെ മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ട്. സാധാരണ എങ്ങനെയാണ്? നമ്മൾ ഉദാഹരണങ്ങൾ പറയുന്നു അങ്ങനെയാണ്. ഒരു പ്രകാശം ഇരിക്കുന്നു, അതിനൊരു പാത്രം കൊണ്ട് മൂടി, പ്രകാശം അനുഭവപ്പെടുന്നില്ല, മറയെ മാറ്റുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളെപ്പോഴും അദ്വൈതികൾ വ്യവധാനത്തെ നിഷേധിക്കുന്നു. അപ്പോൾ സ്വയം പ്രകാശിക്കുന്ന ഇതിൽ എങ്ങനെയാണ് വ്യവധാനം വരുന്നത്? അപ്പോൾ വ്യവധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവ്യവധാനം എന്ന് പറയുന്നത്? ഇവിടെ അങ്ങനെ ഒരു ചോദ്യം വരുന്നു. അപ്പൊ ഇവിടെ വ്യവധാനം എന്ന് പറയുന്നത് എന്താണ്? വിളക്കിനെ പാത്രം കൊണ്ട് മൂടിയപ്പോൾ വന്നതുപോലുള്ളൊരു വ്യവധാനം ഇവിടെ ഇല്ല. അങ്ങനെ ഒരു വ്യവധാനമില്ല. അങ്ങനെ ഉള്ള ഒരു വ്യവധാനത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നു. ഇത് സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് പറയുന്നു. സ്വയം പ്രകാശിക്കുന്ന ഒന്നിൽ വ്യവധാനത്തിന് യാതൊരു സാധ്യതയില്ല. പക്ഷെ പിന്നെന്തിനാ പറയുന്നത്? ഇല്ലാത്തതിനെയാണ്, ഇല്ലാത്ത വ്യവധാനത്തെയാണ് നിഷേധിക്കുന്നത്.
ഉള്ള വ്യവധാനത്തെയല്ല. അതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാന അഭാവമാണ്, അല്ല ഒരു വസ്തുവല്ല. ശരി, ഇല്ലാത്ത വ്യവധാനത്തെ എന്തിനാ മാറ്റുന്നത്? ഉള്ളതാണെങ്കിൽ മാറ്റിയാൽ പോരെ. ഇല്ലാത്തതിനെ നിങ്ങൾ എന്തിനാ മാറ്റാൻ ശ്രമിക്കുന്നത്? അവിടെയാണ് ഈ സ്വയം പ്രകാശിക്കുന്ന ഈ ജ്ഞാനത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു വ്യവധാനം ഇല്ലെങ്കിലും ഇല്ലാത്തത് ഇല്ലാതിരിക്കുക തന്നെ ഉണ്ടെന്നുള്ള ഭ്രാന്തി വരുന്നു. അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അത് ഈ ജ്ഞാനത്തിന്റെ തന്നെ ഒരു സവിശേഷതയാണ്. അത് ഉണ്ടാവണമെന്നില്ല, ഇല്ലാതിരുന്നാൽ മതി. പക്ഷെ ഇല്ലാത്ത ഉണ്ടെന്ന് തോന്നിയ അതിനാണ്, അതും ജ്ഞാനമാണ്. ഭ്രാന്തി എന്താ പറയുന്നത്? അത് ജ്ഞാനമാണ്. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇല്ലെങ്കിൽ എന്തിനു മാറ്റണം, ഉണ്ടെങ്കിൽ എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ള കുതർക്കത്തിനിവിടെ നിലയില്ല. എന്തുകൊണ്ട്? ഇത് ഇങ്ങനെ ഇതിനൊരു വ്യവധാനം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയാണ്. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുക. അത് എന്താണ്? ഈ അറിവിന്റെ തന്നെ ഒരു സവിശേഷതയാണ്. അപ്പോൾ ആ അറിവിന്റെ അങ്ങനെ ഒരു സവിശേഷത അറിവിലെങ്ങനെ സംഭവിച്ചെങ്കിൽ അതിനെങ്ങനെ മാറ്റാൻ കഴിയും? അതും അറിവിന്റെ ഒരു ഭാഗമായില്ലേ, മാറ്റാൻ കഴിയും. എന്തുകൊണ്ട്? അറിവിന് തന്നെ ഒരു സവിശേഷതയുണ്ട്. എന്താണ്? അതാണ് വിവേകം, യഥാർത്ഥമായ അനുഭവം. ആ യഥാർത്ഥമായ അനുഭവം, അറിവിലുള്ള യഥാർത്ഥമായ അനുഭവം ഈ അറിവിൽ തന്നെ വരുന്ന ഭ്രാന്തിയെ നിരാകരിക്കുന്നു, അഗ്നിയെ ജലം നശിപ്പിക്കുന്നു. രണ്ടും പഞ്ചഭൂതമാണ്, രണ്ടും ഒരേ വസ്തുവാണ്, ഒന്ന് തന്നെ പരിണമിച്ചതാണ്. ഏതോ ഒന്നിന്റെ തന്നെ നമ്മളങ്ങനെ കണക്കാക്കിയാൽ ഏതോ ഒരു ശക്തി വിശേഷത്തിന്റെ പരിണാമമാണ്. പക്ഷെ ഒന്ന് മറ്റൊന്നിന് വിരുദ്ധമായി. ദ്വന്ദ്വത്തിന്റെ ഒരു വിശേഷതയാണ്. അപ്പോൾ അവിടെ ഈ അപരോക്ഷമായിരിക്കുന്ന അറിവിലെ യഥാർത്ഥമായ അനുഭവം, ഇതിൽ വരുന്ന ഭ്രാന്തമായ അനുഭവത്തെ നിരാകരിക്കുന്നു. അപരോക്ഷമായിരിക്കുന്ന അറിവിൽ ഈ അറിവ് സ്വയം അപരോക്ഷമാണെങ്കിൽ, നിരുപാധികമാണെങ്കിൽ, ഉപാധികളൊന്നും കൂടാതെ തന്നെ ഇത് പ്രകാശിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഒരു അറിവിന്റെ ആവശ്യം? നിങ്ങളീ പറയുന്ന ആത്മബോധത്തിന്റെ ആവശ്യം എന്ത് എന്ന ചോദ്യത്തിന് ഇതാണ് മറുപടി. അതാവശ്യമായി വരുന്നു. പിന്നെ ഈ അറിവെന്ന് പറയുന്നത് നിർവിഷയമായിരിക്കുന്നു. എന്നുവെച്ചാൽ ഒന്നിനും വിഷയമല്ലാതിരിക്കുന്നു. അത് അങ്ങനെയുള്ള ഒന്നിനെ ബോധിക്കുന്നതിന്, അറിയുന്നതിന് ഒരു അറിവിന്റെ ആവശ്യമുണ്ട്. സ്വയം പ്രകാശിക്കുന്ന അറിവിനെ അറിയാൻ ഇനി മറ്റൊരു അറിവിന്റെ ആവശ്യമുണ്ട്. അവിടെ ശ്രുതിയുടെ ആവശ്യമുണ്ട്, ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ശ്രുതിയിൽ നിന്ന് ഒരറിവ് എന്തിനുണ്ടാകണം? കാരണം അറിവിനെ അപരോക്ഷമെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വരും. അപരോക്ഷം എന്നൊക്കെ സ്വയം പ്രകാശിക്കുന്നതാണ്. നിങ്ങൾ പറയുന്നു എനിക്ക് ശ്രുതിയിൽ നിന്ന് ഈ അറിവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നു. ആ ബോധത്തിന് നിങ്ങൾ പറയുന്ന പേരാണ് ആത്മബോധം, ആത്മജ്ഞാനം എന്നല്ല. ഇതിന്റെ ആവശ്യം തോന്നുന്നു സ്വയം പ്രകാശിക്കുന്ന ഒന്നിന് എന്തിനാ ഇങ്ങനെ ഒരു അറിവ്? എന്താണ് അറിവിന്റെ ഇവിടെ അദ്വൈതി അവകാശപ്പെടുന്ന ഒരറിവ്? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു അറിവ്. സ്വയം പ്രകാശിക്കുന്ന അറിവിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അറിവ്. നിർവിഷയമായിരിക്കുന്ന ഈ അറിവിനെ, അപരോക്ഷമായിരിക്കുന്ന ഈ അറിവിനെ വിഷയമാക്കാൻ വേണ്ടിയിട്ടുള്ള അറിവല്ല അത്. അതിനു വേണ്ടിയിട്ടൊരു അറിവായിട്ടല്ല അതിനെ സ്വീകരിക്കുന്നത്. മറിച്ച് അറിവ് എന്താണ്? ആ അറിവാണ് ബോധിപ്പിച്ചത്
ഇത് സ്വയം പ്രകാശിക്കുന്നതാണ്, ഇത് അപരോക്ഷമാണ്, ഇത് നിർവിഷയമാണ്. അപ്പോൾ അറിവിന്റെ വാസ്തവത്തെ ബോധിപ്പിക്കുന്ന വിശേഷങ്ങൾ ധാരാളമാണ്. അത് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു, അത് നിത്യമാണെന്ന് പറയുന്നു, ശുദ്ധമാണെന്ന് പറയുന്നു, മുക്തമാണെന്ന് പറയുന്നു, നിർവിഷയമാണെന്ന് പറയുന്നു, അപരോക്ഷമാണെന്ന് പറയുന്നു. ഇതെല്ലാം എന്താണ്? ഈ സ്വസ്വരൂപത്തിന്റെ വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങളാണ് ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കുന്നത്. ഇതൊരിക്കലും അതിന്റെ പരമാർത്ഥ സ്വരൂപത്തിന് വിരുദ്ധമായ അറിവല്ല. അത് പറയുമല്ലോ, ശ്രുതിയിൽ പറയും എങ്ങനെയാണ് വെള്ളം വെള്ളത്തിനോട് ചേരുന്നത്. അപ്പോൾ അവിടെ രണ്ടാകത്തില്ല. അപ്പോൾ അറിവിന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ഈ അറിവുകൾ, ഏത് ശ്രുതി തരുന്ന അറിവ്, അഹം ബ്രഹ്മാസ്മി, ഇവിടെ പറയുന്ന സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, ഇതൊന്നും ആ അപരോക്ഷമായിരിക്കുന്ന അറിവിൽ നിന്ന് അന്യമായത്, അറിവിന്റെ പരമാർത്ഥ സ്വരൂപത്തെ ഹനിക്കുന്നതല്ല. മറിച്ച് ഇവിടെ വന്ന വിപരീത ഭ്രാന്തികൾ അതിനെ നിരാകരിക്കുന്നു മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന്റെ അപരോക്ഷതയ്ക്ക് ഈ അറിവ് ഒരു തരത്തിലുള്ള ഹാനിയും ഉണ്ടാക്കുന്നില്ല. മറിച്ച് അതിലെ ഈ വിപരീത ഭ്രാന്തികളെ, അത് സ്വയം അപരോക്ഷമായിരിക്കുക തന്നെ, അതിലെ വിപരീത ഭ്രാന്തികളെ നിരാകരിക്കുന്നതിന് ഇത്തരം ഒരു അറിവ് കൂടിയേ തീരും. അപ്പോൾ ശ്രുതി ജന്യമായ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നതിന് വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അത് കൂടിയേ തീരും. നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ നിർവിഷയമായിരിക്കുന്ന ആത്മാവിനെങ്ങനെ വേദവാക്യം കൊണ്ട് അറിയാൻ കഴിയും? വേദവാക്യം അതിനെ വിഷയമാക്കുന്നു എന്ന് പറയുന്നില്ല. മറിച്ച് വേദവാക്യം എന്താണ്? അതിനെ നിർവിഷയമെന്ന് ബോധിപ്പിക്കുകയാണ്. ശരി, അതിന് നിർവിഷയം എന്ന് ബോധിപ്പിക്കുന്ന ആ അറിവിന് അത് വിഷയമാകുന്നില്ല. എപ്പോ? ഇല്ല. അതാണ് പറയുന്നത്, അത് വിഷയമാക്കുകയല്ല, മറിച്ച് അത് സവിഷയമാണെന്നുള്ള പ്രതീതിയെ നിരാകരിക്കുന്നതേ ഉള്ളൂ, നിഷേധിക്കുകയാണ്. ഇത് മറ്റൊരു തരത്തിൽ നമ്മൾ ഗീതാഭാഷ്യത്തിലും പറഞ്ഞ ഇവിടെയുള്ള വികല്പങ്ങളെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അറിവ്. അല്ലാതെ ഇതിലെന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി അതിന്റെ ആവശ്യമില്ല. ഇത് പക്ഷെ ഭ്രാന്തി സംഭവിച്ചിട്ടുണ്ട്. ഈ ഭ്രാന്തി സംഭവിച്ചു, സംസാരം അനുഭവിക്കുന്നു, ബന്ധമോക്ഷങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, ഒരുപാട് ദ്രവിഡ പ്രാണായാമങ്ങൾ ചെയ്യുന്നു, അഭ്യാസങ്ങൾ ചെയ്യുന്നു. ഇതിനെല്ലാം നിരാകരിക്കുന്നു. ഇതിനെ അപരോക്ഷമാണെന്ന് സ്വീകരിച്ചുകൊണ്ട് തന്നെ, ഇത് സ്വയം പ്രകാശിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ വികല്പങ്ങളെല്ലാം നിരാകരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ധാരാളം ശ്രുതിവാക്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ അപരോക്ഷം എന്ന് പറയുന്നത്, ഒന്ന് മാത്രം. അത് ഒരിക്കലും അതിന്റെ സ്വസ്വരൂപത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഹാനി ഉണ്ടാക്കുന്നതല്ല. ഈ അറിവിന്റെ അപരോക്ഷതയ്ക്ക് അത് ഒരു തരത്തിലും മറിച്ച് പറയും. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അദ്വൈതിക്ക് ഭൂഷണമാണ്, ദൂഷണമല്ല എന്ന് പറയും. ഏത് നിങ്ങൾ അദ്വൈതത്തിനെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതെല്ലാം അദ്വൈതിയുടെ തൊപ്പിയിലെ തൂവലുകളാണ്. അതൊക്കെയാണ് അദ്വൈതിയുടെ വിജയരഹസ്യം. അതാണ് അദ്വൈതത്തിന് ഒരിക്കലും ഹാനി സംഭവിക്കാത്തത് നിങ്ങളുടെ ഈ ആക്ഷേപങ്ങളാണ്. അഗ്നിയിലേക്ക് ശലഭങ്ങൾ ചെന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അഗ്നിയെ സ്വാത്മീകരിക്കും, പിന്നെ അതിന് നിലനില്ല. എന്താക്ഷേപങ്ങളിലൂടെ വന്നു കഴിഞ്ഞാലും ശരി, ഇതെല്ലാം ഈ അറിവിൽ ഭസ്മമായി. അറിവ് അതിനെ തന്നെ സ്വാംശീകരിക്കുന്നു.
അപ്പോൾ ഇതിനെ എതിരിട്ട് നിൽക്കാൻ ഉള്ള മറ്റൊരറിവില്ല. കാരണം ഇത് പരമാർത്ഥമാണ്, ഇത് സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് പറയുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്ന അറിവ് കൊണ്ട് ഇത് വിഷയമാകുന്നില്ലേ? അപരോക്ഷം എന്ന് പറയുന്ന അറിവിന് ഇത് വിഷയമാകുന്നില്ലേ? നിത്യശുദ്ധമുക്തം എന്ന അറിവിന് വിഷയമാകുന്നില്ലേ? ശ്രുതി നിന്നുണ്ടാകുന്ന ഒരു അറിവ് ഇതിനെ വെളിപ്പെടുത്തണമോ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അദ്വൈത ബോധത്തിൽ നിലയില്ല. അതെല്ലാം അദ്വൈത ബോധം ഇതിനെല്ലാം സ്വാത്മീകരിക്കും. അതുപോലെയാണ് അഗ്നിയോട് ചേർന്ന് എന്തായിത്തീരും? അതിന് പിന്നെ വേർതിരിക്കാൻ വയ്യ. അതുപോലെ അറിവിനോട് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ ദ്വൈതമില്ല, എല്ലാം ഏകമായ അറിവ്. അത് പറയുമ്പോൾ എന്താണിത്? ഏകമായ അറിവാണ് എന്ന് പറയുമ്പോൾ അതിനെല്ലാം അവസാനിച്ചു. അതുകൊണ്ട് ഇത് അപരോക്ഷത എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ അനുഭവം എന്ന് പറയുന്നു. ഞാൻ ആത്മാവിനെ അറിയുന്നു, അല്ലെങ്കിൽ എൻ്റെ ഗുരു ആത്മാവിനെ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നതിൽ ദോഷമൊന്നുമില്ല. അത് അദ്വൈതത്തിന് വിരോധമായ കാര്യമല്ല. പക്ഷെ അത് എങ്ങനെ എന്നുള്ളതാണ്. ആ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അപരോക്ഷമായിരിക്കുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് ഞാൻ ഈ വിശദീകരിച്ച കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. എന്താണ് അപരോക്ഷ സാക്ഷാത്കാരം എന്ന് പറയുന്നത്? അത് ഒരിക്കലും സ്വസ്വരൂപം അല്ലാതെയാകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സ്വസ്വരൂപം മാത്രമല്ല, സർവസ്വരൂപമായിരിക്കുന്നു അപരോക്ഷ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് എന്റെ സ്വരൂപമെന്നോ നിന്റെ സ്വരൂപമെന്നോ പ്രപഞ്ചത്തിന്റെ സ്വരൂപമെന്നോ വേർതിരിക്കാൻ വയ്യ. സർവസ്വരൂപമായിരിക്കുന്നതാണ്. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്ദ്രിയം, വിഷയം, ചിത്തപരിണാമം, ഇതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന അറിവാണ്. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞതർത്ഥം? മാറ്റമില്ലാത്തത്. അവിടെ അറിവിനാണല്ലോ മാറ്റമില്ലാതിരിക്കുന്നത്. ഇതെല്ലാം മാറിപ്പോകും. അതുപോലെ സർവസ്വരൂപമായിരിക്കുന്നതാണ് ഈ അറിവ്. അതിൽ അനുഭവപ്പെടുന്ന ബാക്കിയുള്ളതെല്ലാം ഉപാധികളാണ്. ആ ഉപാധികൾ കൊണ്ട് അറിവിന് വ്യവധാനം വരുന്നു. ആ വ്യവധാനം പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ പറയുന്നു ഭ്രാന്തി. ആ ഭ്രാന്തിയെ നിരാകരിക്കുന്നതിന് വേണ്ടതാണ് അറിവ്. ആ അറിവാണ് ശ്രുതിയിൽ നിന്ന് വരുന്നത്. അത് ഈ അറിവിന്റെ തന്നെ ഒരു പ്രകാശമാണ്. അപ്പോൾ അറിവ് പറഞ്ഞല്ലോ, അറിവിന് പ്രകാശം എന്ന് പറയുന്ന, അറിവെന്ന് പറയുന്ന ഒരു സ്വഭാവവിശേഷമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഭാഷയ്ക്ക് അവിടെ പരിമിതികളുണ്ട്. സത്തെന്ന് പറയുന്ന ഒരു പ്രകാശ വിശേഷമുണ്ട്. ആനന്ദം എന്ന് പറയുന്ന ഒരു വിശേഷതയുണ്ട്. അതുപോലെ തന്നെ അറിവിന്റെ തന്നെ ഒരു വിശേഷതയാണ് വിവേകം. അത് അറിവിന്റെ തന്നെ മറ്റൊരു വിശേഷതയായ ഭ്രാന്തിയെ നിരാകരിക്കുന്നു. അതുകൊണ്ട് അറിവിൽ നാനാത്വം ഉണ്ടെന്നോ എന്തെങ്കിലും ഭേദമുണ്ടെന്നോ ഒന്നും അർത്ഥമില്ല. അതുണ്ടെന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ് സമുദ്രത്തിൽ നിന്ന് പലതരത്തിലുള്ള നുരകളും പതകളും തരംഗവും തിരമാലയും എല്ലാം ഉണ്ടാകുമ്പോൾ ഇതിനെല്ലാം കണ്ടിട്ടൊരു ശിശു ബാലൻ അവിടെ സംശയിക്കുകയാണ്, അതെല്ലാം ജലത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്നാണ്. അങ്ങനെ സംശയിക്കാമല്ലോ, കാരണം അതിന് ആകാരഭേദമുണ്ട്. തിരമാല വളരെ വലുതാണ്, നുരയും പതയും അതിന്റെ രൂപം വേറെയാണ്. അതെല്ലാം ജലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. അല്ലെങ്കിൽ ഒരാൾ ചോദിക്കുകയാണ്, ജലം എന്ന് പറയുന്നത് ഏകരസം ഏക സ്വഭാവമുള്ളതാണ്, അതിലെങ്ങനെ ഈ നാനാത്വം വരുന്നു? എന്തുകൊണ്ടതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ജലത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ അങ്ങനെ ഏതെല്ലാം തരത്തിൽ മാറിയാലും അതിന്റെ ഏകസ്വഭാവം, അതിന്റെ ഏകരസം ജലം എന്നുള്ളതിന് മാറ്റം വരുന്നില്ല. അതുപോലെ ഈ അറിവ്
സ്വയം അപരോക്ഷമായിരിക്കുന്ന ഈ അറിവ് അത് ഭ്രാന്തിയായി പ്രകാശിച്ചാലും വിവേകമായി പ്രകാശിപ്പിച്ചാലും ആനന്ദമായി പ്രകാശിച്ചാലും സത്തായി പ്രകാശിച്ചാലും ഇതെല്ലാം വിട്ടിട്ട് കേവലമായ അറിവായി പ്രകാശിച്ചാലും അതെല്ലാം ഏകസ്വഭാവമാണ്, അപരോക്ഷമാണ്. അതുകൊണ്ട് ആത്മാവ് എന്ന് പറയുന്നത് അറിവാണ്. അറിവെന്ന് പറയുമ്പോൾ വീണ്ടും തെറ്റിദ്ധാരണയിലേക്ക് പോകരുത് എന്നാ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു പ്രൊഡക്റ്റായിരിക്കുന്ന അറിവല്ല. അങ്ങനെ ഒന്നുണ്ട്, അതല്ല. മറിച്ച് ഏകരസത്തിലുള്ള അറിവാണ്. അതിതൊന്നും ഈ രീതിയിൽ പ്രവർത്തിക്കാതിരുന്നാലും ശേഷിക്കുന്ന നിർവിശേഷമായ അറിവാണ്. ആ അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവങ്ങൾ. അതിൽ ഈ അറിവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ പഠനങ്ങളും ഈ ജാഗ്രതത്തിൽ അന്തർഭവിച്ചു പോകുന്നു. ജാഗ്രത് ബോധത്തിൽ നിങ്ങൾ എത്ര സമർത്ഥനായ ശാസ്ത്രജ്ഞനായാലും ശരി, എത്ര സമർത്ഥനായ തത്വചിന്തകനായാലും ശരി, എത്ര സമർത്ഥനായ യുക്തിവാദിയായാലും ശരി, ഈ അറിവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും എല്ലാം ഈ ജാഗ്രത് ബോധത്തിൽ അന്തർഭവിക്കുന്നതാണ്. അതിനകത്ത് നിന്നുകൊണ്ടാണ് ഈ അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നത്. ഈ അറിവ് ഈ ജാഗ്രത് ബോധത്തെയും വിട്ട് സ്വതന്ത്രമായി നിൽക്കുന്നതാണ്, നിർവിശേഷമായി നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു പരീക്ഷണവും ഒരു അഭ്യാസവും അവിടെ വിലപ്പോവില്ല. അവിടെ ഒന്നേ പറയാൻ പറ്റും, എന്താണ് അത് ഏകമാണ്, നിർവിശേഷമാണ്. അതുകൊണ്ട് അതിനെ അപരോക്ഷം എന്ന് പറയുന്നു. ആ അറിവ് അല്ല, ഈ മാറുന്ന അറിവല്ല, ആ അറിവിനെയാണ് ഇവിടെ പറയുന്നത് യത് ബ്രഹ്മ യ ആത്മാ. ഇവിടെ പറയുന്നത് അങ്ങനെയാണ്, യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, അതാണ് യ ആത്മാ, അതാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ശ്രോതാവിന്റെ സ്വരൂപം. അഗൗണം, അത് ഗൗണമല്ല. ഗൗണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉപാധികൾ കൊണ്ട് ഉണ്ടായി വരുന്ന ഈ അറിവിനെ നിങ്ങൾ ആത്മാവെന്ന് വിളിച്ചിട്ട് നിരാശപ്പെടരുത്. എന്തുകൊണ്ട്? ഉണ്ടായി നശിച്ചു പോകുന്ന ഈ അറിവാണോ? അല്ല, അതിനും ഒരു സ്വരൂപമുണ്ട്. അതാണ് ശ്രോത്ര ബ്രഹ്മാദിവർ അത് പറയുന്നത്. അതാണ്, അതിനെ വിശദീകരിക്കുകയാണ്. ശ്രോത്രം ബ്രഹ്മ, മനോബ്രഹ്മ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കേൾവിയിലൂടെ അറിവുണ്ടാകുന്നു, ചിന്തയിലൂടെ അറിവുണ്ടാകുന്നു, മണത്തറിവുണ്ടാകുന്നു, കണ്ടറിവുണ്ടാകുന്നു. ഇതുമെല്ലാം അറിവാണ്. ഇതും വ്യാപകമാണ്. ഇവിടെ അനന്തജീവന്മാരുണ്ട്, അനന്തജീവന്മാർക്ക് അനന്തമായ അറിവുണ്ട്. ഇതിന്റെ തലത്തിൽ ബ്രഹ്മമായി സ്വീകരിക്കാൻ പറയുന്നില്ല. ഇതൊക്കെ അനന്തമാണ്. പക്ഷെ ഇവിടേക്ക് എന്താണ്? വ്യവധാനമുണ്ട്. നേരത്തെ പറഞ്ഞു, ഉപാധി വ്യവധാനമുണ്ട്. കണ്ണെന്ന് പറയുന്ന ഒരു ഉപാധിയെ സ്വീകരിക്കുന്നു, ചെവി എന്ന് പറയുന്ന ഒരു ഉപാധിയെ സ്വീകരിക്കുന്നു. ഉപാധി വ്യവധാനമുണ്ട്. അവിടെ വിഷയം എന്ന് പറയുന്ന ഒരു വ്യവധാനമുണ്ട്. ഇതിനെല്ലാം ശ്രുതി ബോധിപ്പിക്കുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്നതിനെ ആശ്രയിക്കുന്നുണ്ട്, ഉപാധികളെ ആശ്രയിക്കുന്നുണ്ട്. ശബ്ദം എന്ന് പറയുന്ന ഉപാധി ആശ്രയിക്കുന്നു, ശ്രവണേന്ദ്രിയം എന്ന് പറയുന്ന ഉപാധി ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം അതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് ശ്രുതി ബോധിപ്പിക്കുന്ന എന്താണ്? ഇതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന അപരോക്ഷമായിരിക്കുന്ന തത്വത്തെയാണ് ശ്രുതി പ്രകാശിപ്പിക്കുന്നത്. സ്വസ്വരൂപത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ശ്രോതാവിന്റെ സ്വരൂപമാണ് എന്ന് പറയുന്നത്. ഇതൊന്നും അതിനെ ബോധിപ്പിക്കുന്നില്ല. കണ്ണുകൊണ്ട് ബോധിപ്പിക്കുന്ന എന്തിനാണ്? ശ്രോതാവിന്റെ സ്വരൂപത്തെയാണോ പുസ്തകത്തെയാണോ? ചെവി ബോധിപ്പിക്കുന്ന എന്താണ്? അത് ശബ്ദത്തെയാണോ അതേ ശ്രോതാവിന്റെ സ്വരൂപത്തെയാണോ? പക്ഷെ ശ്രുതി ബോധിപ്പിക്കുന്ന അതല്ല. ശ്രുതിയാകുന്ന ശബ്ദം ഉപദേശം ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. സ്വസ്വരൂപം എന്ന് വെച്ചാൽ തന്റെ തന്നെ അപരോക്ഷതയാണ്. ആ അപരോക്ഷതയിൽ നിന്ന് വിവേകം കൊണ്ട് തന്നെ മാറ്റാൻ ആവശ്യപ്പെടുകയാണ്. ഞാനെന്നും എന്റേതെന്നും എന്നുള്ള ആ പ്രത്യയങ്ങളെ മാറ്റാൻ ശ്രുതി ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ശ്രുതിയെ
പ്രമാണം. ശ്രുതിക്കാണ് പരമപ്രാമാണ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മറ്റൊന്നിനും തന്നെ ഈ ഒരു ശേഷിയില്ല. എന്തുകൊണ്ട്? ഏതെങ്കിലും ബോധിപ്പിക്കുന്നുണ്ടോ നിന്റെ സ്വരൂപം ഇന്നതാണ്, യസാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് വേറെ ഒന്നിനും ബോധിപ്പിക്കാൻ കഴിയില്ല. മനസ്സ് ബോധിപ്പിക്കുന്നില്ല. മനസ്സെപ്പോഴും ഇന്ദ്രിയങ്ങളോടുകൂടി ചേർന്ന് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. ശ്രുതിയുടെ ശബ്ദം, ശ്രുതിയാകുന്ന ശബ്ദം, അതിനെയും മനസ്സ് ഗ്രഹിച്ചത് എങ്ങനെയാണ്? ഒരു വിഷയമായിട്ട്. മറ്റു ശബ്ദങ്ങളെ ഗ്രഹിക്കുന്നത് പോലെയാണ് ആ ശബ്ദത്തെയും ഗ്രഹിച്ചത്. പക്ഷെ ആ ശബ്ദത്തിന് ഒരു താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? അത് അപരോക്ഷമായ സ്വരൂപമാണ് അതിന്റെ താല്പര്യം. അതാണ് കഴിഞ്ഞ ദിവസം ഭാഷ്യകാരൻ പറഞ്ഞ് ഇത് പുരുഷ മതി കൗശലമല്ല, ഇത് ബുദ്ധി സാമർഥ്യമല്ല, അത് പരമപ്രമാണമായ ശ്രുതി അത് ബോധിപ്പിച്ചതാണ്, അതിന്റെ താല്പര്യമാണ് ആ ശബ്ദത്തിന്റെ. അതുകൊണ്ട് വാർത്തകാരൻ പറയും എന്താണ്? ശബ്ദത്തിന്റെ ശക്തി അത് അചിന്ത്യമാണ്. ചിന്തിച്ചാൽ അത് മനസ്സിലാകുന്ന ഒന്നല്ല. അതിനിങ്ങനെ ഒരു വിശേഷതയുണ്ട്. അത് മറ്റൊന്നിനും ആ ഒരു വിശേഷതയില്ല. അതിനങ്ങനത്തെ ഒരു വ്യവധാനത്തെ മാറ്റി ഉള്ളിൽ അങ്ങനെ ഒരു ബോധത്തെ ഉണർത്തുന്നതിന്, വിവേകത്തെ ഉണർത്തുന്നതിനുള്ള ഒരു ശേഷി അതിനുണ്ട്. അതിനപ്പുറം ഒരു പ്രമാണം ഇല്ല. ആ ഒരു ഭാഗത്തിലാണ് ഇവിടെ ഭാഷ്യകാരൻ കയറി പിടിച്ചിരിക്കുന്നത്. ശബ്ദം പരമപ്രമാണമാണ്. അത് കൽപ്പനയല്ല, ഏതെങ്കിലും ഒരു ഭാവനയോ കൽപ്പനയോ. ഈ തത്വചിന്തകളെന്നൊക്കെ പറയുന്ന ഒട്ടുമുക്കാലും കൽപ്പനകളാണ്, ഭാവനകളാണ്. ഇതങ്ങനെയല്ല, സ്വാനുഭവത്തെ പിടിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ആ അനുഭവത്തെ എന്റെ വിശദീകരണത്തിന് വേണ്ടി മാത്രമാണ് യുക്തിയെ സ്വീകരിക്കുന്നത്. യുക്തിയുടെ ബലത്തിലല്ല അനുഭവം, അനുഭവത്തിന്റെ വിശദീകരണത്തിനാണ് യുക്തി, ദൃഷ്ടാന്തങ്ങൾ എല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടത് ഇവിടെ പറയുന്നത് അപരോക്ഷമായ ശ്രുതി ബോധിപ്പിക്കുന്നത് അപരോക്ഷമായ സ്വസ്വരൂപത്തെക്കുറിച്ചാണ്. ന ശ്രോത്രബ്രഹ്മാധിപത്, ശ്രോത്രബ്രഹ്മം മനബ്രഹ്മം എന്ന് പറയുന്നത് അല്ല, അതിനെ തെറ്റിദ്ധരിക്കരുത്. കിം തത് ചോദിക്കുന്നു, വിശദീകരിച്ചാണ്. തദ് ബ്രഹ്മ എന്ന് പറഞ്ഞു. ബ്രഹ്മശബ്ദം എന്ന് കേൾക്കുമ്പോൾ ആ ഭാഷയെക്കുറിച്ച് ബോധമുള്ളവന് ഇത്രയും മനസ്സിലാക്കുന്നു. ബൃഹത്തായത്, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. വലുത്, ബ്രഹ്മി വൃദ്ധൗ എന്നാണ് അതിന്റെ ധാതുവിനെ കുറിച്ച് പറയുന്നത്. വലുത് എന്നുള്ള ഒരർത്ഥമേ ഉള്ളൂ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ അത് ചർച്ച ചെയ്തു. എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതുകൊണ്ട് ആണ് ഇതിനെ വലുതെന്ന് വിളിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നത്, പ്രപഞ്ചത്തെ എല്ലാം ഉൾക്കൊള്ളുന്നത്, പ്രപഞ്ചത്തെ അറിയുന്ന മനസ്സിനെയും എല്ലാം ഉൾക്കൊള്ളുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആത്മബോധമെന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നു കിം തത് യ ആത്മാ, അത് സ്വസ്വരൂപമാണ്. പറയുന്നു അത്രയ ഇത് ജീവാത്മാ വിശേഷിക തസ്യ സർവാൻ ഇത് വിശേഷണം പരിച്ഛിന്നത്വാദിഭ്രമം വ്യാവൃത്യർത്ഥം തഥാ ച വിശേഷണൈ ശോധിത യോഹോ തത്വം പദാർത്ഥയോർ ഇത് ശബ്ദാഭ്യാം സമാനാധികരണ്യാം അനുഗത ചിദ്ധാതു പ്രത്യേകാത്മത്വം ജീവസ്യ സ്വാഭാവികം സ്വരൂപം. ഇതുവരെ ഞാൻ വിശദീകരിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആദ്യം വിശദീകരിച്ച് പിന്നെ വായിച്ചതന്നേ ഉള്ളൂ. ഇതുവരെ വിശദീകരിച്ച് സംസ്കൃതത്തിൽ പറഞ്ഞാണ് ഈ ഒരു വരിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ വിശദീകരിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇരിക്കും. അല്ല, ഞാൻ എൻ്റെ കൽപ്പനയിൽ പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പോൾ അവിടെ യ ആത്മാ എന്ന് പറഞ്ഞു. എന്താണ് ആ ബൃഹത്തായിരിക്കുന്നത്, ഏറ്റവും വലുതായിരിക്കുന്നത്? പറയുന്നു അത് ആത്മാവാണ്. ബ്രഹ്മശബ്ദത്തിന് യത് എന്ന് വിശേഷം, ആത്മശബ്ദത്തിന് യ. അത് ഭാഷയുടെ വ്യത്യാസം. യ ആത്മാ, ആത്മാന്ന് പറഞ്ഞാൽ വീണ്ടും പോകും. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന്, ബൃഹത്തായ ഒന്ന്.
ഇനി ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ട്. എന്താണ് നമ്മൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്? ഏതെന്തിനു വേണ്ടിയിട്ടാണോ ആധ്യാത്മിക സാധനങ്ങളെല്ലാം ചെയ്യുന്നത് അതൊന്നും. എപ്പോഴും ഒരാൾ പ്രാപിക്കാൻ, നേടാൻ ഒന്നിനെ ആഗ്രഹിച്ചാൽ അത് അന്യമായാലേ പറ്റൂ. അന്യമല്ലാത്ത ഒന്നിനെ നേടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് ആപ്യമല്ല, പ്രാപിക്കത്തക്ക ഒന്നല്ല. അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ബ്രഹ്മസാക്ഷാത്കാരമെന്നോ അല്ലെങ്കിൽ നിർവികൽപ്പ സമാധിയെന്നോ എന്ന് മണ്ണാകട്ടെ എന്ന് പറഞ്ഞാലും ശരി, പ്രാപിക്കണം. പ്രാപിക്കുന്ന ഒന്നിനെ അങ്ങനെ പറയാൻ പറ്റും. ആപ്യമായിരിക്കുന്ന ഒന്ന്. അപ്പോൾ അത് ആപ്യമല്ല, പ്രാപ്യമായ ഒന്നല്ല, നേടേണ്ട ഒന്നല്ല, അനുഭവിച്ചറിയേണ്ട ഒന്നല്ല. ചിലർ പറയുന്നത് അത് ഇതൊന്നുമില്ല, അതൊരു പ്രത്യേക അനുഭൂതിയാണ്. അങ്ങനെ ഇത് വിശേഷിച്ചൊരു അനുഭൂതിയല്ല. അതൊക്കെ നമ്മുടെ ഭാവനകളും പ്രതീക്ഷകളും സുന്ദരമായ സ്വപ്നങ്ങളുമാണ് അനുഭൂതി എന്ന് പറയുന്നത്. അതേയുള്ളൂ. അല്ലാതെ അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ആത്മശബ്ദേന പ്രത്യേക ആത്മാവുച്യതേ. ആത്മശബ്ദം എന്ന് വെച്ചാൽ നിന്റെ സ്വരൂപം എന്നാണ്. നിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ അത് അപരോക്ഷമാണ്, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അത് അറിവായി നിലനിൽക്കുന്നതാണ്. നിങ്ങൾ പറയുന്ന അറിവെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്ന അനുഭൂതി എന്ന് പറയുന്നത് എന്താണ്? ഈ അറിവിൽ കൊണ്ട് കൂട്ടിക്കെട്ടുന്ന ഒരു സാധനമാണ്. അനുഭൂതി എന്ന് പറയുന്ന ഒന്നിന് എന്താണ്? അറിവിന്റെ തൊപ്പിയാണ് അനുഭൂതി എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലുമാണോ? അനുഭൂതി എന്ന് പറയുന്ന ഒന്നിനെ നിങ്ങൾ അറിവിൽ കൊണ്ട് എങ്ങനെ യോജിപ്പിക്കും? കാരണം അറിവ് സ്വയം അനുഭൂതിയാണ്. അറിവിന്റെ അനുഭൂതി, അറിവിന്റെ അറിവ് അങ്ങനെ ഒന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അനവസ്ഥയാണ്. ബുദ്ധിശൂന്യന്മാരുടെ പ്രലാപമാണ് അറിവിന്റെ അനുഭൂതി, ആത്മാവിന്റെ അനുഭൂതി എന്നൊക്കെ പറയുന്നത്. ബുദ്ധിയുള്ളവരാണത് പറയുന്നതെങ്കിൽ അതിന്റെ താല്പര്യം എന്താണ്? അത് സ്വസ്വരൂപമായ അറിവ് തന്നെ എന്നാണ് അതിന്റെ താല്പര്യം. അത് അറിവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അനുഭൂതി എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. അല്ലാതെ തന്റെ അനുഭൂതി എന്നൊന്നില്ല. അപ്പം അനുഭൂതികളെല്ലാം നിഷേധിക്കണോ? അല്ല. അനുഭൂതികൾ ഒരുപാടുണ്ട്. സുഖത്തിന്റെ അനുഭൂതിയുണ്ട്, ദുഃഖത്തിന്റെ അനുഭൂതിയുണ്ട്, പഞ്ചസാരയുടെ അനുഭൂതിയുണ്ട്, കാഞ്ഞിരക്കായുടെ അനുഭൂതിയുണ്ട്. അങ്ങനെയുള്ള അനുഭൂതികൾ ഒരുപാടുണ്ട്. ആത്മാനുഭൂതി എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അനുഭൂതിയൊന്നുമില്ല. ആത്മാവിന്റെ അനുഭൂതി വരിക, ആ അനുഭൂതിയിലെല്ലാം മറക്കുക, എല്ലാം മറന്നിട്ട് പിന്നെ ഉണർന്നു വരിക, എന്നിട്ട് ആ അനുഭൂതി ഇങ്ങനെ നുണഞ്ഞിരിക്കുക. എന്ത് രസകരമായ ഏർപ്പാടാണ്! എന്തൊക്കെ ഭാവനകളാണ്, കൽപ്പനകളാണ്, എല്ലാം അസംബന്ധങ്ങളാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അനുഭൂതിയെ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഹൻലാലിന്റെ സിനിമ കാണുന്ന പോലെയുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭൂതിയാണ്, അത് കഴിയുമ്പോൾ പോയി. വീണ്ടും അനുഭൂതി വരണമെങ്കിൽ അടുത്ത സിനിമ കാണണം. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള അനുഭൂതികൾ ഒരുപാടുണ്ട്. അതൊന്നും ഇവിടെയില്ല. ഇവിടെ എന്ത് പറയുന്നു? ആത്മാശബ്ദേന പ്രത്യേക സ്വസ്വരൂപം. പ്രത്യേക ആത്മയാണ്. സ്വസ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ്. അതെന്താണ്? അത് സ്വയം അനുഭൂതിയാണ്. പിന്നെ അതിലെന്തോ അനുഭൂതി ഉണ്ടെന്നുള്ളത് അതൊരു ഭ്രാന്തിയാണ്. ആ ഭ്രാന്തിയെ മാറ്റിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള ഭ്രാന്തികളിലൂടെ കടന്നുകൂടിയിട്ടുണ്ട്. അപരോക്ഷമെന്ന് ഗ്രഹിക്കുന്നതോടുകൂടി തന്നെ ഈ ഭ്രാന്തികളെല്ലാം മാറുന്നു. ഈ ഭ്രാന്തി മാറുന്നതാണ് മുക്തി എന്ന് പറയുന്നത്. മുക്തിയുടെ ഒരു വ്യാഖ്യാനം. ഇങ്ങനെയുള്ള അസംബന്ധ കൽപ്പനകളും ഭാവനകളും ഒക്കെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞുപോയി കഴിഞ്ഞാൽ അവൻ മുക്തനായി. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ശരിയായ അറിവുള്ളവൻ മുക്തനായി. അതിനുവേണ്ടി ഒരിടത്ത് ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി ഈ പറയുന്നതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചാൽ മതി. അത് ഗ്രഹിക്കുന്നവനത് ആ ഭ്രാന്തികൾ ഒഴിഞ്ഞു പോകുന്നു.
അതിന് ആ ഭ്രാന്തികൾ ഒഴിഞ്ഞു പോകാൻ സഹായിക്കുന്ന അറിവിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അത് വേണം. ആത്മജ്ഞാനം. ആ ആത്മജ്ഞാനം കൊണ്ട് ഭ്രാന്തികൾ ഒഴിഞ്ഞാൽ അതിനെ മുക്തി എന്ന് പറയുന്നു. പിന്നെ അവന് മുക്തിക്ക് വേണ്ടി പരിശ്രമമില്ല. മുക്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എന്ന് അവസാനിപ്പിക്കുന്നോ വിവേകം കൊണ്ട്. കാരണം അത് അജ്ഞനാണെന്ന് കരുതരുത്. കാരണം അജ്ഞനുമില്ലല്ലോ മുക്തിക്ക് വേണ്ടിയുള്ള പരിശ്രമം. മുമ്പൊരു ദിവസം ചർച്ച ചെയ്തല്ലോ, ഇവിടെ പരിശ്രമം ആവശ്യമാണ്. പക്ഷെ വിവേകം കൊണ്ട് മുക്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ അവസാനിപ്പിക്കുന്ന അന്ന് ആ തീയതി, ആ മുഹൂർത്തത്തിലാണ് അവൻ മുക്തൻ ആകുന്നത്. അത് ഈ കൽപ്പനകളും ഭാവനകളും എല്ലാം തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് തന്നെ മുക്തി. അവനാണ് ഈ പറയുന്ന മുക്തിയുടെ വിലക്ഷണ സുഖം അല്ലെങ്കിൽ മുക്തിയുടെ ആനന്ദം എന്നെല്ലാം പറയുന്നു. വാസ്തവത്തിൽ മനസ്സിന്റെ ഈ വികല്പങ്ങളും ഭ്രാന്തികളും അല്ലേ അവനെ ഒരുവനെ അസ്വസ്ഥനാക്കുന്നു. അതിന് എന്തിനെ സംബന്ധിച്ചായാലും ശരി, ലോകകാര്യങ്ങളെ സംബന്ധിച്ചായാലും ശരി, ഈശ്വരനെ സംബന്ധിച്ചായാലും ശരി, ആത്മാവിനെ സംബന്ധിച്ചായാലും ശരി, ഈ വൃദ്ധാകൽപ്പനകളാണ് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. നമ്മൾ പറയുന്ന ടെൻഷൻ ഉണ്ടാക്കുന്നു. ഇത് മാറുന്നതാണ് മുക്തി എന്ന് പറയുന്നത്. പക്ഷെ അത് വിവേകം കൊണ്ടേ മാറത്തുള്ളൂ. അതിന് ഈ ബോധം ഉണ്ടാക്കണം. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്ന അപരോക്ഷത എന്താണ്? അത് സ്വസ്വരൂപമാണ്. പ്രത്യേകാത്മ ഉച്ചതേ. തത്ര പറയുന്നു തന്നിൽ എന്നർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്ത്, വലുത്. അത് ലോകപ്രസിദ്ധമായ ഒന്നല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല ബ്രഹ്മം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു വാക്കുമാണത്. അതാണ് നമ്മളെ ഇത്രയും കാലം മോഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കണം. ബ്രഹ്മം എന്ന് പറയുന്ന എവറസ്റ്റിന്റെ മേളിൽ വലിഞ്ഞു കയറണം. മുടന്തൻ അതാഗ്രഹിക്കുന്നത്. അന്ധനും മുടന്തനുമായവൻ എവറസ്റ്റിന്റെ മേളിൽ കയറാൻ പോവുകയാണ്. തലകുത്തി താഴെ വീഴാതെ ഇവിടെ പോകാനോ? പക്ഷെ ആത്മശബ്ദം അങ്ങനെയല്ല. പറയുന്നു തത്ര ആത്മശബ്ദസ്യ പ്രസിദ്ധത്വ. ആത്മെന്ന് വെച്ചാൽ താൻ. അത് സർവപ്രാണികൾക്കും അറിയാവുന്നതാണ്. ആത്മാ എന്ന് പറയുന്ന ശബ്ദം ആർക്കും അറിയാൻ വയ്യാത്തതല്ല. സംസ്കൃതത്തിൽ ആത്മാവെന്ന് പറയുന്നേ ഉള്ളൂ. മലയാളത്തിൽ ആത്മാവെന്ന് പറയുന്നതിന് വരെയാണ് പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് അല്ല. ഓരോ ഭാഷയിൽ അതിന് അതാത് ഭാഷയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ലോകപ്രസിദ്ധമാണത്, സർവപ്രസിദ്ധമാണ് ആ ശബ്ദം. ആ ശബ്ദത്തിലൂടെ ഏതിനെയാണോ ഗ്രഹിക്കേണ്ടത് അതിനെ തന്നെയാണ് ഇവിടെ പറയുന്നതെന്നാണ്. എന്തായി പറയുന്നത്? ബ്രഹ്മമെന്ന്. ഈ ശബ്ദത്തിലൂടെ എന്തിനെയാണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്? അതിനെ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ടും പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? അത് സമാന അധികരണത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ രണ്ടും ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അപ്പൊ ഞാനെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഗ്രഹിക്കുന്ന ഈ സങ്കുചിതമായ അർത്ഥത്തെ വിട്ടിട്ട് ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന ആ പൂർണ്ണമായ അർത്ഥത്തെ ഗ്രഹിക്കണം. അതുകൊണ്ട് ആത്മാ ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ എന്നിങ്ങനെ അഭേദമായി പ്രയോഗിക്കുന്നു. അപ്പോൾ അത് ഗ്രഹിക്കേണ്ടത് തന്നെയാണ്, അല്ലാതെ ബാഹ്യമായിട്ട് ഒന്നുമില്ല. നമ്മളൊരു വസ്തുവിനെ പുറത്തു വച്ചിട്ട് അതിൽ ഒരു തവളയെ കീറി പരിശോധിക്കുന്നു. അതിൻ്റെ കുടലും കരളും എല്ലാം കീറി മുറിച്ച് പരിശോധിക്കുന്നു. അപ്പോൾ അവിടെ തന്നിൽ ഗ്രഹിക്കേണ്ടതായിട്ടൊന്നുമില്ല, എല്ലാം തവളയിലാണ് ഗ്രഹിക്കുന്നു. അതിൻ്റെ വിശേഷതകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ അതെല്ലാം മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ തവളയെ കീറി പരിശോധിക്കുന്നത് പോലെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കീറി പരിശോധിക്കരുതെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാക്കാൻ ശ്രമിക്കേണ്ട. എന്തുകൊണ്ടത് നീയാണ്. ഇവിടെ അറിയാൻ ശ്രമിക്കേണ്ടത് തന്നെ കുറിച്ചാണ്. അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത് വിഷയനിഷ്ഠമായ ഒരു അറിവല്ല, ഇത് ആത്മനിഷ്ഠമായ ഒരു അറിവാണ്. ഇത് ബഹിർമുഖമായ ഒരു അറിവല്ല, ഇത് അന്തർമുഖമായ ഒരു അറിവാണ്. ഇത് ആർജിക്കുന്ന ഒരു അറിവല്ല, മനസ്സ്
ഭ്രാന്തികളെ നിരാകരിക്കുന്ന ഒരറിവാണ്. ഈ അറിവ് തന്നിൽ നിന്നും തന്നിലൊരു ഭേദത്തെയും ഉണ്ടാക്കുന്നില്ല എന്നാണ്. ഒരു ഭേദത്തെ അത് ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ ഒരു അറിവുണ്ടാകുമ്പോൾ അഗ്നിയിൽ പല നാളങ്ങളുണ്ടായി എന്ന് വിചാരിച്ചത് അഗ്നി അല്ലാതാകും. ആകത്തില്ലല്ലോ. സൂര്യനിൽ നാനാ കിരണങ്ങളുണ്ടായി എന്ന് വിചാരിച്ച് അതിന് സൂര്യനിൽ നിന്ന് അന്യമാകാൻ പറ്റും. ഈ അറിവ് തനിക്ക് അന്യത്വത്തെ അല്ല കൽപ്പിക്കുന്ന, മറിച്ച് ഈ അറിവ് തന്നിൽ അനന്യത്വത്തെ ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ട്? അറിവായതുകൊണ്ട്. അത് അറിവിന്റെ സ്വഭാവമാണ്. അറിവിന് മാത്രമുള്ള ഒരു വിശേഷതയാണ്. അത് അഗ്നിയുടെ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതിൽ എത്ര നാളങ്ങളുണ്ടായാലും അതെല്ലാം അഗ്നിയാണ്. അത് മറ്റൊന്നാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്? ബ്രഹ്മം. ഈ അറിവിൽ എന്തെല്ലാം ഭാവങ്ങളുണ്ടായാലും ശരി, പറഞ്ഞല്ലോ നേരത്തെ, വ്യവധാനം കൊണ്ട്, ഉപാധികൾ കൊണ്ട് ഈ അറിവിൽ നാനാഭാവങ്ങളുണ്ടാകും. അതാണ് ഈ പ്രപഞ്ചം. എന്ത് ഭാവങ്ങളുണ്ടായാലും ശരി, അതിനെ നിങ്ങൾ ജ്ഞാനമെന്ന് വിളിക്കുകയോ അജ്ഞാനമെന്ന് വിളിക്കുകയോ ഭ്രാന്തി എന്ന് വിളിക്കുകയോ പ്രപഞ്ചമെന്ന് വിളിക്കുകയോ എന്ത് വിളിച്ചാലും ശരിയെല്ലാം ഇത് ഈ അറിവ് തന്നെ. അറിവിൽ നിന്ന് അതിന് അന്യമാകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ ബൃഹത്. കാരണം ഇതിനെല്ലാം ഉൾക്കൊള്ളണ്ടേ. തന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ താൻ മാത്രം. ബഹിർമുഖമായാലോ പറയും അണ്ടകടാഹ കോടി എന്നൊക്കെ പറയും. അപ്പൊ ഇതിനെല്ലാം ഉൾക്കൊള്ളണമെങ്കിൽ അവിടെ ബ്രഹ്മ എന്നുള്ളൊരു ശബ്ദത്തെ പ്രയോഗിക്കണം. ബൃഹത് എന്നുള്ള ഒരാശയത്തെ ഉൾക്കൊള്ളണം തന്നിൽ. പക്ഷെ അതെങ്ങനെ ഉൾക്കൊള്ളുന്നു? എല്ലാത്തിനെയും അറിവായിട്ട്, അതും അപരോക്ഷമായ അറിവായിട്ട്, സ്വസ്വരൂപമായ അറിവായിട്ട്. അതുകൊണ്ട് ആ പ്രത്യേകാത്മാ അത് അപ്രസിദ്ധമായൊരു കാര്യമല്ല, സർവസിദ്ധമായൊരു കാര്യമാണ്. അതിന്റെ പരമാർത്ഥം എന്താണ് എന്നാണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത്. പറയുന്നു സർവസ്യ അഭ്യന്തര സർവാന്തര. ഇവിടെ ഉഷസ്ഥൻ ചാക്രായണൻ ചോദിക്കുകയാണ്, സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. അപരോക്ഷമായിരിക്കുന്ന അപരോക്ഷം ബ്രഹ്മ എന്നാണ്. അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറയുന്നത്. ശ്രുതി വ്യാകരണമൊന്നും നോക്കാറില്ല, കാര്യം പറയത്തേ ഉള്ളൂ. അപരോക്ഷാത് ബ്രഹ്മ എന്ന് വെച്ചാൽ അപരോക്ഷം ബ്രഹ്മ എന്നാണ്. അപരോക്ഷ എന്ന് പറയുന്ന അവ്യയമാണ്. അപരോക്ഷം എന്നുള്ള രീതിയിൽ അത് പ്രയോഗിച്ചിരിക്കുകയാണ്, ഭാഷാപരമായി പറഞ്ഞു. ഈ അപരോക്ഷം ബ്രഹ്മ എന്താണെന്നുള്ളത് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു. ഈ ചോദ്യം ചോദിക്കുന്നവരെല്ലാം വിവരമുള്ളവരാണ്. നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ, തലയ്ക്ക് ചെറിയ ലെവലുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, ഈ അശ്വമേധയാഗം നടത്തുന്നവരൊക്കെ പോകുന്ന ലോകം എന്താണെന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ തനിക്കറിയാം ആ കാര്യം. തന്റെ അറിവിനെ ഒന്ന് ഉറപ്പിക്കാനും പരീക്ഷിക്കാനും ഒക്കെ വേണ്ടിയാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട് സ്വന്തമായ അറിവ്, അത് ശരിയായാലും തെറ്റായാലും. ഇപ്പൊ ചക്രായണനും ഉണ്ട് അറിവ്. അത് പറഞ്ഞ അപരോക്ഷാത് ബ്രഹ്മ. പക്ഷെ ഈ അപരോക്ഷാത് ബ്രഹ്മം എന്ന് പറയുന്നതിന് തനിക്കൊന്ന് വിശദീകരിക്കാമോ എന്നാണ്. അല്ലെ, നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. അതെങ്ങനെയുള്ളതാണ്? സർവാന്തര. കാരണം ബ്രഹ്മശബ്ദം വന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. ശരി, ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞ് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരത്തില്ല. കണ്ണു തുറക്കുമ്പോൾ ലോകം തന്നെ മുമ്പിലുണ്ട്. ഇതിനും സമാധാനം പറയും. ഈ കാണുന്നതൊക്കെ എന്താണ്? അതിന് പറയുന്നത് എന്താണ്? സർവസ്യ ആഭ്യന്തര സർവാന്തര. സർവത്തിനും ആഭ്യന്തരമായിരിക്കുന്നത്. ആഭ്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവത്തിന്റെ ഉള്ളിലിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ പുറമേ വേറെന്തെങ്കിലും ഉണ്ടോ? ഭക്ഷ്യകാരൻ മുമ്പ് പറഞ്ഞല്ലോ, സപ്രപഞ്ചം ബ്രഹ്മ, നിഷ്പ്രപഞ്ചം ബ്രഹ്മ. ഇതിന് ഉള്ളും പുറമും പറയാനില്ല. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നതോ ഉള്ളും പുറമുമാണല്ലോ. നമ്മൾ ഇനി അടുത്ത് വിശദീകരിക്കും. ഒന്ന് സ്ഥൂലമായ ഒരനുഭവം, കുറച്ചുകൂടെ സൂക്ഷ്മമായ അനുഭവം, അതിനപ്പുറം പോയ കാരണമായ ഒരനുഭവം. ഈ അനുഭവങ്ങൾ പലതരത്തിലാണ്. സർവാഭ്യന്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെയൊക്കെ ഉള്ളു എന്ന് ധരിച്ചാലും കുഴപ്പം തകരാറാണ്. ബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ബൃഹത്താണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളണം. അപ്പോൾ എന്താണ് സർവത്തിൻ്റെയും പരമാർത്ഥം, സർവത്തിൻ്റെയും പരമാർത്ഥ സ്വരൂപം. സ്വരൂപം എന്നുള്ള വാക്കാണ് ഏറ്റവും യോജിക്കുന്നത്. അതാണ് സർവാഭ്യന്തരമായിരിക്കുന്നത്. സർവത്തിനും ഒരു പരമാർത്ഥ സ്വരൂപമുണ്ട്. ആ പരമാർത്ഥ സ്വരൂപത്തെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. അടുത്ത് ചർച്ച വരും കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ. സർവത്തിൻ്റെയും പരമാർത്ഥ സ്വരൂപമാണ് ബ്രഹ്മമെങ്കിൽ സമ്മതിച്ചു. പരമാർത്ഥം അപ്പൊ ഈ കാണുന്നതൊക്കെ നാമവും രൂപവുമായിട്ട് ഈ കാണപ്പെടുന്നത് ബ്രഹ്മമല്ലേ? അപ്പൊ ഭാഷകാരൻ എത്ര തവണ നിന്നോട് പറഞ്ഞു സലില ഭേനാദികൾ ദൃഷ്ടാന്തമാക്കി, മൃദ്ഘടങ്ങളെ ദൃഷ്ടാന്തമാക്കി എത്രയോ തവണ പറഞ്ഞു. സർവത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർവവും ആ സ്വരൂപത്തിൽ നിന്നും അന്യമല്ല. അതാണ് സ്വരൂപത്തിൽ നിന്നും ഒന്നിനും അന്യമാകാൻ പറ്റത്തില്ല. ആ സ്വരൂപം തന്നെയാണ് ആ രീതിയിലെല്ലാം പ്രകടമായിരിക്കുന്നത്. ഇപ്പൊ സർവാഭ്യന്തര സർവസ്വരൂപം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഉൾക്കൊള്ളാം. ഈ കാണുന്ന രൂപത്തിനും ഉൾക്കൊള്ളാം, ഇനി ഇതിന്റെ പരമാർത്ഥ രൂപത്തിനും ഉൾക്കൊള്ളാം. എന്ന് പറഞ്ഞാൽ ഭേന തരംഗാദികളെ ആ കാണുന്ന രൂപത്തിനും നമുക്ക് ജലമെന്ന് പറയാം. ഇനി ആ രൂപമില്ലാതെ അവിടെ കാറ്റില്ല, ഭേനമില്ല, തരംഗമില്ല, കേവലം ജലരൂപത്തിലെടുത്താലും അത് ജലം തന്നെ. ഭേന തരംഗ രൂപത്തിലെടുത്താലും അത് ജലം തന്നെ. അപ്പൊ ഈ രണ്ട് രൂപത്തിലായാലും എന്താണ് അവിടുത്തെ സ്വരൂപം എന്ന് പറയുന്നത് ജലം. അതുപോലെ നാമരൂപാത്മകമായ ഈ ബ്രഹ്മാണ്ഡ കോടി എന്നുള്ള രൂപത്തിലെടുത്താലും അല്ല, ഇതിന്റെ എല്ലാം പരമാർത്ഥമായ അപരോക്ഷമായിരിക്കുന്ന അറിവെന്നെടുത്താലും ശരി, ഇത് ബ്രഹ്മം തന്നെ, ഒരു വസ്തു തന്നെ, രണ്ട് വസ്തുവില്ല. അതുകൊണ്ടാണ് ഇവിടെ അദ്വൈതം അദ്വിതീയം എന്ന് പറയുന്നത്. സർവാഭ്യന്തര സർവാന്തര. ഇത്രയും വിശദീകരിക്കുന്നത് എന്തിനെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നതിനുള്ള വേണ്ടത്ര പരിഭാഗം മനസ്സിലുണ്ടെങ്കിൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. തത്വമസി മാത്രം മതി. മറിച്ചാണെങ്കിലോ ഇത് എത്ര വിശദീകരിച്ചാലും പോരാതെ വരും. ആ വിശദീകരണങ്ങളിലൂടെ മാത്രമേ ഈ തത്വത്തിന്റെ വ്യക്തത ഉണ്ടാവും. പ്രകാശത്തിന് തന്നെ ഏറ്റക്കുറച്ചിലുണ്ടല്ലോ. മിനാമിനുങ്ങിന്റെ വെളിച്ചം കൊണ്ട് സൂചിയെ കാണാൻ പറ്റത്തില്ല. പക്ഷെ നട്ടുച്ചത്ത് സൂര്യന്റെ വെളിച്ചം കൊണ്ട് നമുക്ക് സൂചിയും കാണാം, സൂര്യയേക്കാൾ ചെറുതും കാണാം. അതുപോലെയാണ് അത് വെളിച്ചത്തിന്റെ സ്വഭാവം. അതുപോലെയാണ് ഈ അറിവിന്റെയും സ്വഭാവം. അത് കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അതിന് ആ വിശദീകരണത്തെങ്കിലും ഉൾക്കൊള്ളാനുള്ള ഒരു മനസാന്നിധ്യം വേണം. ഇല്ലെങ്കിൽ അമ്പംഭടരാഭണ എന്ന് പറഞ്ഞ് ഇരുന്നു പോകും. അതല്ല ഇവിടെ പറയുന്നു. യജ്ഞ ശബ്ദാഭ്യാം പ്രസിദ്ധ ആത്മാ ബ്രഹ്മേതി പറയുന്നു. ഈ ആത്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ അറിവെന്ന് പറയുന്നത് അപ്രസിദ്ധമായൊരു കാര്യമല്ല. അത് സർവപ്രത്യയസിദ്ധം എന്നെല്ലാം പറയും, സർവാപരോക്ഷം എന്നെല്ലാം പറയും. ഈ ഭ്രാന്തി ഇതിനകത്ത് ഒരുപാട് കലർപ്പുകളെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ആ ഭ്രാന്തിയെ നിരാകരിക്കാൻ വേണ്ടി പറയുന്നു. യത് ശബ്ദാഭ്യാം, യത് ശബ്ദം കൊണ്ട് പറഞ്ഞ ആ ബ്രഹ്മം, യത് ശബ്ദം കൊണ്ട് പറഞ്ഞ ആത്മാ, ഇതെല്ലാം കൊണ്ട് പ്രസിദ്ധമായ ഇതിനെയാണ്. അറിവ് പ്രസിദ്ധമാണ് എന്നുള്ളതിനെ ആരെങ്കിലും ബോധിപ്പിക്കണം. അറിവ് എവിടെയെങ്കിലും ആർക്കെങ്കിലും അപ്രസിദ്ധമായിട്ടുണ്ടോ? അറിവിനെയാണ് ഇവിടെ അപരോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അറിവിനെയാണ് ഇവിടെ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അറിവിനെയാണ് ബ്രഹ്മം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബ്രഹ്മം അറിവാണോ,
ആത്മാവ് അറിവാണോ എന്നല്ല, മറിച്ച് ഈ അറിവ് ഇതാണോ ആത്മാവെന്ന് പറയുന്നത്, ഈ അറിവ് ഇതിനെയാണോ ബ്രഹ്മമെന്ന് പറയുന്നത്, ഈ അറിവ് ഇതിനെയാണോ പരമാർത്ഥ വസ്തു എന്ന് പറയുന്നത്, ഈ അറിവ് ഇതിനെയാണോ സാക്ഷാത്കാരം എന്ന് പറയുന്നത്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മറിച്ചായി കഴിഞ്ഞാൽ അറിവിൽ നിന്നാകുന്നു. അതുകൊണ്ട് പറയുന്നു, അറിവ് എന്നുള്ള നിലയ്ക്ക് ഇത് പ്രസിദ്ധമാണ്. ഇത് മറഞ്ഞിരിക്കുന്നതോ ഒളിഞ്ഞിരിക്കുന്നതോ അല്ല. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത് സർവാനുഭവ എന്നുള്ള ഒരു ഭാഗത്തിൽ അത് ചർച്ച ചെയ്തു. തം ആത്മാനം പറയുന്നു. അങ്ങനെയുള്ള ആ സ്വരൂപത്തെ, ശ്രോതാവായിരിക്കുന്ന എന്റെ സ്വരൂപത്തെ ചോദ്യം ചോദിക്കുന്ന ആൾ പറയുക, മേ മഹ്യം, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വ്യാചക്ഷ, വളരെ വ്യക്തമായി, വ്യാചക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്, പറയുമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. ഇവിടെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്, വിശദീകരിക്കുക എന്നാണ് പറയുന്നത്. ഇത് വിശദീകരിച്ചാലേ മനസ്സിലാവും, അതാണ് ആവർത്തി വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1-2 വാചകങ്ങളിൽ നമ്മൾ 1.5 മണിക്കൂർ വിശദീകരിച്ചത്. ഇവിടുത്തെ ആവശ്യം അതാണ്, ഇവിടുത്തെ ശ്രോതാവ് ആവശ്യപ്പെടുന്ന ഇതാണ്. നിങ്ങൾ ആത്മാവെന്നോ ബ്രഹ്മമെന്നോ അപരോക്ഷമെന്നോ അറിവെന്നോ ഉള്ള ശബ്ദങ്ങളെ മാറ്റി മാറ്റി പ്രയോഗിക്കുന്നുകൊണ്ട് കാര്യമില്ല. വ്യാചക്ഷ, ഇതിനെ വ്യാഖ്യാനിക്കൂ, ഇതിനെ വിശദീകരിക്കൂ, എന്റെ ബുദ്ധി ഉണരത്തക്ക തരത്തിൽ, എന്റെ ഉള്ളിൽ വിവേകം പ്രകടമാകത്തക്ക തരത്തിൽ, അല്ലെങ്കിൽ എന്റെ ബുദ്ധിക്ക് ഇതിനെ ഉൾക്കൊള്ളത്തക്ക തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കൂ, വിശദീകരിക്കൂ എന്നുള്ളതാണ് ശ്രോതാവിന്റെ ആവശ്യം. അതനുസരിച്ചിട്ടാണ് ഇവിടെ യാജ്ഞവൽക്യൻ വിശദീകരിക്കുന്നത്, ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നു. ശാന്തി ശാന്തി ശാന്തി.